നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ അനീഷ് റോബിൻസൺ. ഒരു കാലഘട്ടത്തിൽ ജനിച്ചു വളർന്ന യുവാക്കളായ സിനിമാ പ്രേമികളുടെ ഇടയിൽ ആക്ഷൻ സിനിമകൾ കൊണ്ട് തരംഗം സൃഷ്ടിച്ച ജനഹൃദയങ്ങൾ കീഴടക്കിയ 3 വ്യക്തികളുണ്ടായിരുന്നു. ഏത് ഉറക്കത്തിലായിരുന്നാലും തട്ടിയുണർത്തി നിനക്കിഷ്ടപ്പെട്ട ആക്ഷൻ ഹീറോ ആരാണെന്ന് ചോദിച്ചാൽ അവർ ആ 3 പേരുകൾ വളരെ വേഗത്തിൽ പറയുമായിരുന്നു. ജെറ്റ് ലി, ജാക്കി ചാൻ, ബ്രൂസ് ലി. എന്നാൽ ബ്രൂസ് ലിക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അദ്ദേഹം ലോകം കീഴടക്കിയത് വെറും 5 സിനിമകൾ കൊണ്ടാണ്. എന്നാൽ 32ാമത്തെ വയസ്സിൽ ബ്രൂസ് ലിയുടെ യാദൃച്ഛികമായ മരണം ലോക സിനിമാ പ്രേമികളെ ആകെ അമ്പരപ്പിച്ചു. ഈ വീഡിയോ ബ്രൂസ് ലിയെക്കുറിച്ചാണ്. ബ്രൂസ് ലിയെക്കുറിച്ച് അറിയുവാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. ഈ വീഡിയോയ്ക്ക് ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് തരാനും മറക്കരുത്. ജന്മം കൊണ്ട് അമേരിക്കൻ പൗരത്വം സ്വന്തമാക്കിയ ചൈനക്കാരൻ 18 വയസ്സ് തികയുന്നതിന് മുന്നേ തന്നെ ബാലതാരമായി 20ഓളം ചൈനീസ് സിനിമകൾ. തെരുവുകളിലെ അടിപിടിയും അക്രമവും കാരണം ഹോങ്കോങ് പോലീസിൻ്റെ ജുവനൈൽ ഒഫൻസ് ലിസ്റ്റിൽ ഇടം പിടിക്കപ്പെട്ടവൻ. മറ്റൊരു മാഫിയ സംഘവുമായുള്ള ഏറ്റുമുട്ടലിൻ്റെ ഫലമായി വധഭീഷണി നേരിട്ട ബ്രൂസ് ലി അമേരിക്കയിലേക്കെത്തി. പിന്നീട് അദ്ദേഹത്തെ ദ ബിഗ് ബോസ്, ഫിസ്റ്റ് ഓഫ് ഫ്യൂറി, ദ വേ ഓഫ് ദ ഡ്രാഗൺ, എൻഡർ ദ ഡ്രാഗൺ, ഗെയിം ഓഫ് ഡെത്ത് എന്നീ 5 സൂപ്പർ ഹിറ്റ് സിനിമകളിലൂടെ ലോകം കണ്ടു. എന്നാൽ ആ ഗെയിം ഓഫ് ഡെത്ത് എന്ന സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കുന്നതിന് മുന്നേ തന്നെ 32കാരനായ ആ ഇതിഹാസ താരം ബ്രൂസ് ലി ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു. അക്കാലത്ത് ലോകം ചർച്ച ചെയ്യപ്പെട്ട ബ്രൂസ് ലിയുടെ ആ മരണത്തിൽ പല ദുരൂഹതകളും നിറഞ്ഞു നിന്നിരുന്നു. ബ്രൂസ് ലിയുടെ കാമുകിയാണെന്ന് പറയപ്പെടുന്ന ബ്രൂസ് ലി സിനിമകളിലെ നായികയും മറ്റൊരു സിനിമാ ഡയറക്ടറും ചേർന്ന് വിഷം കൊടുത്താണോ ബ്രൂസ് ലിയെ കൊന്നത്? അതോ തൻ്റെ ശരീരത്തിന് ചേരാത്ത പെയിൻ കില്ലർ കഴിച്ചിട്ടാണോ ബ്രൂസ് ലി മരണപ്പെട്ടത്? അതോ ഹോങ്കോങ് ആസ്പദമായി പ്രവർത്തിക്കുന്ന മാഫിയ തലവന്മാർ ബ്രൂസ് ലിയുടെ കാമുകിയുമായി സ്വാധീനിച്ച് അവർ കൊലപ്പെടുത്തിയതാണോ? ബ്രൂസ് ലി മരിച്ച് 50 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ബ്രൂസ് ലിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും സംശയാസ്പദമായി ഇപ്പോഴും തുടരുകയാണ്. ബ്രൂസ് ലിയുടെ ജനനം മുതൽ അദ്ദേഹത്തിൻ്റെ ദുരൂഹമായ മരണം വരെയുള്ള സംഭവബഹുലമായ ജീവിതത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ടെല്ലിംഗ് ഹിസ്റ്ററിയിലൂടെ പറയാൻ പോകുന്നത്. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ, അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. നമുക്ക് ബ്രൂസ് ലിയുടെ ജനനം മുതൽക്കേ തുടങ്ങാം. ദക്ഷിണ ചൈന പ്രവിശ്യയിലെ ഹോങ്കോങ്ങിൽ കന്നഡീസ് ഒപ്പേറ നാടകങ്ങളിൽ ഗായകനും നടനുമായിരുന്ന ലു മുൻ ഷുയിൻ ആയിരുന്നു ബ്രൂസ് ലിയുടെ പിതാവ്. അദ്ദേഹത്തിന് ലി ഹായ് ചൂൻ എന്നും വിളിപ്പേരുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗ്രേസ് ഹോ ചൈനീസ് ജർമ്മൻ വംശജയായിരുന്നു. 1939 ഡിസംബറിൽ അമേരിക്കയിലെ കാലിഫോർണിയയിലെ സാൻ ഫ്രാൻസിസ്കോയിലെ ചൈന ടൗണിൽ 1 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ചൈനീസ് ഒപ്പേറ പ്രോഗ്രാമിൻ്റെ ഭാഗമായി ഈ ദമ്പതികൾ ഹോങ്കോങ്ങിൽ നിന്ന് അമേരിക്കയിലെ കാലിഫോർണിയയിലേക്ക് പോയി. അവിടെ വച്ച് ഗർഭം ധരിക്കുന്ന ഗ്രേസ് 1940 നവംബർ 27-ന് സാൻ ഫ്രാൻസിസ്കോയിലെ ചൈന ടൗണിലെ ജാക്സൺ സ്ട്രീറ്റ് ഹോസ്പിറ്റലിൽ തങ്ങളുടെ 5 മക്കളിൽ 4ാമത്തവനായ ലീക്ക് ജന്മം നൽകുന്നു. മാതാപിതാക്കൾ അവനിട്ട പേര് ലീ ജുങ് ഫാൻ എന്നായിരുന്നു. എന്നാൽ ബർത്ത് സർട്ടിഫിക്കറ്റിൽ നിക്നെയിം എന്ന കോളത്തിൽ ആ ഹോസ്പിറ്റലിലെ നേഴ്സ് ബ്രൂസ് എന്ന് എഴുതി ചേർത്തിരുന്നു. അമേരിക്കയിൽ വെച്ച് ജനിച്ചതുകൊണ്ട് തന്നെ അന്ന് അമേരിക്കയിൽ നിലനിന്നിരുന്ന മണ്ണിൻ്റെ അവകാശം എന്നർത്ഥം വരുന്ന ജസ് സോളി പൗരത്വ നിയമപ്രകാരം ലീ ജുങ് ഫാൻ എന്ന ബ്രൂസ് ലിക്ക് അമേരിക്കൻ പൗരത്വം ലഭിക്കുന്നു. ഏതാണ്ട് ഇതേ സമയങ്ങളിൽ തന്നെ 1941 തുടക്കത്തിൽ അമേരിക്കൻ ചൈനീസ് ഭാഷാ ചിത്രങ്ങൾ സംവിധാനം ചെയ്യുന്ന വനിതാ ഡയറക്ടറായ എസ്തർ എങ്ങും ചൈനീസ് നിർമ്മാതാവും ഡയറക്ടറുമായ ക്വാൻമാൻ ചിങ്ങും ചേർന്ന് ഗോൾഡൻ ഗേറ്റുകൾ എന്ന ചൈനീസ് സിനിമയുടെ ചിത്രീകരണം അന്ന് സാൻ ഫ്രാൻസിസ്കോയിൽ നടക്കുന്നുണ്ടായിരുന്നു. ഒരു ഒപ്പേറ നാടക നടൻ എന്ന നിലയിൽ പ്രശസ്തി ആർജിച്ചിരുന്ന ബ്രൂസ് ലിയുടെ പിതാവായ ലി ഹായ് ചൂനും ആ സിനിമയുടെ നിർമ്മാതാവും സംവിധായകനുമായ ക്വാൻമാൻ ചിങ്ങും വളരെ കാലങ്ങൾ മുതൽക്കേ സുഹൃത്തുക്കളായിരുന്നു. യാദൃച്ഛികമായി അമേരിക്കയിൽ വച്ച് കണ്ടുമുട്ടിയ അവർ സൗഹൃദങ്ങളും സിനിമാ വിശേഷങ്ങളും പങ്കുവയ്ക്കുന്നതിനിടയിൽ ആ സിനിമയുടെ ഏതാനും രംഗങ്ങൾക്ക് അവർക്കൊരു നവജാത ശിശുവിനെ ആവശ്യമാണെന്ന് മനസ്സിലാക്കിയ ലി ഹായ് ചൂൻ തൻ്റെ കൈക്കുഞ്ഞിനെ ചിത്രീകരിച്ചു കൊള്ളാൻ അവർക്ക് അനുവാദം കൊടുക്കുന്നു. ആ സിനിമയുടെ സീനുകൾക്ക് പെൺകുഞ്ഞിൻ്റെ വേഷമാണ് ആവശ്യമായിരുന്നതിനാൽ തന്നെ ആ കുഞ്ഞ് ബ്രൂസ് ലിക്ക് പെൺകുട്ടിയുടെ വേഷങ്ങൾ ധരിപ്പിച്ച് സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള ഷോട്ടുകൾ ചിത്രീകരിച്ചു. അങ്ങനെ വെറും 2 മാസം മാത്രം പ്രായമുള്ളപ്പോൾ തന്നെ ബ്രൂസ് ലി സിനിമയിൽ മുഖം കാണിച്ച് അരങ്ങേറ്റം കുറിച്ചു. ബ്രൂസ് ലിക്ക് അമേരിക്കൻ പൗരത്വം ഉറപ്പുവരുത്തിയ ശേഷം ബ്രൂസ് ലിക്ക് ഏതാണ്ട് 5 മാസം പ്രായമാകുന്ന സമയത്ത് മാതാപിതാക്കൾ ബ്രൂസ് ലിയുമായി അമേരിക്കയിൽ നിന്ന് ഹോങ്കോങ്ങിലേക്ക് മടങ്ങി. എന്നാൽ
ഹോങ്കോങ്ങിലെ ചൂടും ഈർപ്പവും നിറഞ്ഞ ഏഷ്യൻ സമ്മിശ്ര കാലാവസ്ഥ ആ കുഞ്ഞിന് അനുയോജ്യമായിരുന്നില്ല. ശ്വാസതടസ്സവും പനിയും മറ്റ് അസ്വസ്ഥതകളും ആ കുഞ്ഞിനെ നിരന്തരം വേട്ടയാടി. ഗുരുതരാവസ്ഥയിലേക്ക് മാറിയ ആ കുഞ്ഞ് ബ്രൂസ് ലീ വളരെ ദുർബലനും മെലിഞ്ഞവനുമായി തീർന്നു. അവൻ്റെ മാതാപിതാക്കൾ അവൻ മരിച്ചു പോകുമോ എന്നുവരെ ഭയപ്പെട്ടു. അവൻ്റെ അമ്മ ഗ്രേസ് അവനെ നിരന്തരം വളരെ ശ്രദ്ധാപൂർവം പരിപാലിച്ചു. പതിയെ പതിയെ ആ കുഞ്ഞു ബ്രൂസ് ലീ സ്വാഭാവിക ആരോഗ്യം വീണ്ടെടുക്കാൻ തുടങ്ങി. ഇതേ സമയങ്ങളിൽ മറ്റൊരു കാര്യം സംഭവിക്കുകയാണ്. 1941 അവസാനമായ ഡിസംബറിൽ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഭാഗമായി ജപ്പാൻ അപ്രതീക്ഷിതമായി ഹോങ്കോങ്ങിനെ ആക്രമിക്കുകയും തുടർന്നുള്ള 4 വർഷങ്ങൾ ജപ്പാൻ ഹോങ്കോങ്ങിനെ ഭരിക്കുകയും ചെയ്തു. ഈ യുദ്ധസമയങ്ങളിൽ ലീയുടെ കുടുംബം ധാരാളം ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും നേരിട്ടിരുന്നു എങ്കിലും ജപ്പാൻ്റെ ആ ഒരു അധിനിവേശം അവർക്കൊരു വഴിത്തിരിവായി. ജാപ്പനീസ് ആൾക്കാരും ചൈനീസ് ഓപ്പറയെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയതോടുകൂടി ബ്രൂസ് ലീയുടെ പിതാവായ ലീ ഹായ് ചൂവിൻ്റെ താരമൂല്യവും വർദ്ധിച്ചിരുന്നു. അങ്ങനെ ജാപ്പനീസ് പ്രചാരണ മന്ത്രാലയത്തിൻ്റെ തലവനായ വകുഡ കൊസുഗെ ലീ ഹായ് ചൂവിന് ഒട്ടനവധി അവസരങ്ങളും ഓഫറുകളും നൽകി. ഇത് ലീയുടെ കുടുംബത്തെ സമ്പന്നതയിലേക്ക് നയിച്ചു. 4300 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള വീട് ലീ ഹായ് ചൂൻ സ്വന്തമാക്കി. സമൂഹത്തിൽ ഉയർന്ന സമ്പന്ന കുടുംബമായി ലീയുടെ കുടുംബം മാറി. ഇതേ സമയങ്ങളിൽ 4-5 വയസ്സ് പ്രായമുള്ള ബ്രൂസ് ലീ പൂർണ്ണ ആരോഗ്യവാനാവുകയും ഒരിക്കൽ പോലും അടങ്ങിയിരിക്കാത്ത വികൃതി തരം നിറഞ്ഞ തുള്ളിച്ചാടി നടക്കുന്ന ആക്റ്റീവായിട്ടുള്ള ഒരു കുട്ടിയായി മാറിക്കഴിഞ്ഞിരുന്നു. ആയോധന കലകൾ നിറഞ്ഞ കോമിക് ബുക്കുകൾ വായിക്കുന്ന സമയങ്ങളിൽ മാത്രമായിരുന്നു ആ ബ്രൂസ് ലീ സമാധാനമായി അടങ്ങിയിരുന്നിരുന്നത്. ചെറുപ്പം മുതൽക്കേ തന്നെ ബ്രൂസ് ലീക്ക് ആയോധന കലകളോട് അടങ്ങാത്ത ഭ്രമമുണ്ടായിരുന്നു. ആ കുഞ്ഞു കുട്ടിയായിരിക്കുന്ന സമയങ്ങളിൽ തന്നെ നഗരങ്ങളിലൊക്കെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നതൊക്കെ ബ്രൂസ് ലീ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു. അതിൻ്റെ ഫലമായി ധാരാളം മോശം കൂട്ടുകെട്ടുകളും ഉണ്ടായി. തെരുവ് കച്ചവടക്കാരുടെ ട്രോകളിൽ നിന്ന് ആപ്പിളുകൾ മോഷ്ടിച്ചോടുന്നതും പൊതു ഇടങ്ങളിൽ വികൃതി തരം കാണിക്കുന്നതും പതിവായപ്പോൾ പല ആൾക്കാരും ബ്രൂസ് ലീയുടെ മാതാപിതാക്കളോട് പരാതി പറഞ്ഞു. ഈ ബ്രൂസ് ലീയെ വീട്ടിനുള്ളിൽ അടക്കിയിരുത്തുവാൻ എന്താണ് പോംവഴിയെന്ന് മാതാപിതാക്കൾ ആലോചിക്കുമ്പോഴാണ് അവർക്കൊരു ആശയം തോന്നുന്നത്. അവന് ഏറെ ഇഷ്ടവും താല്പര്യവുമുള്ള ചൈനീസ് ആയോധന കലകളുടെ കോമിക് ബുക്കുകൾ വാങ്ങിക്കൊടുക്കുക. അങ്ങനെ ബ്രൂസ് ലീക്ക് ഏറെ ഇഷ്ടമുള്ള കുംഫു കഥകൾ, ആയോധന കലകൾ, മാന്ത്രിക കഥകൾ എന്നിവ മണിക്കൂറുകളോളം വായിക്കുന്നത് അവന് ഏറെ ഇഷ്ടമായിരുന്നു. ഈ കാലഘട്ടങ്ങളിൽ ഹോങ്കോങ്ങിൽ മറ്റൊരു സംഭവം നടക്കുന്നുണ്ടായിരുന്നു. വിദേശ സിനിമകൾ നിരോധിക്കപ്പെടുകയും സംസ്ഥാനം സെൻസർ ചെയ്തിറക്കുന്ന തദ്ദേശ സിനിമാ വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു തുടങ്ങി. അങ്ങനെ ബ്രൂസ് ലീയുടെ പിതാവായ ലീ ഹായ് ചൂണിന് ഒരു നടനെന്ന നിലയിൽ ധാരാളം സിനിമകളിൽ അഭിനയിക്കാനൊക്കെ അവസരം ലഭിക്കുന്നു. ചലച്ചിത്ര നിർമ്മാണ മേഖലകളിലെ കുതിച്ചുചാട്ടം കണക്കിലെടുത്ത് അദ്ദേഹം സിനിമാ വ്യവസായത്തിൽ സജീവമായി. സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ അദ്ദേഹം പലപ്പോഴും തൻ്റെ കുട്ടികളെയും കൊണ്ടുപോകുമായിരുന്നു. ഇങ്ങനെ സിനിമാ സൈറ്റുകളിൽ കൊണ്ടുപോകുന്നത് ബ്രൂസ് ലീയും ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു. പിതാവായ ലീ ഹായ് ചൂൺ അഭിനയിച്ച സിനിമകളുടെ സംവിധായകൻ 6 വയസ്സുകാരനായ ബ്രൂസ് ലീയെ കാണുകയും അവന് നല്ല മതിപ്പ് തോന്നിയ അദ്ദേഹം തൻ്റെ അടുത്ത സിനിമകളിൽ ചെറിയ വേഷങ്ങൾ നൽകുകയും ചെയ്തു. അങ്ങനെ ബ്രൂസ് ലീയുടെ 6ാമത്തെ വയസ്സിൽ അഭിനയിച്ച ചിത്രമാണ് 1946 പുറത്തിറങ്ങിയ ദി ബെർത്ത് ഓഫ് മാൻകൈൻഡ്. 1948 യുദ്ധാനന്തരം ഉപേക്ഷിക്കപ്പെട്ട ഒരു ആൺകുട്ടിയുടെ റോളിൽ വെൽത്ത് ഈസ് ലൈക്ക് എ ഡ്രീം എന്ന ചിത്രത്തിൽ തൻ്റെ 8ാമത്തെ വയസ്സിൽ അഭിനയിച്ചു. യഥാർത്ഥത്തിൽ ബ്രൂസ് ലീയുടെ കുട്ടിക്കാലം സംഭവ ബഹുലമായിരുന്നു. എല്ലാ കാര്യങ്ങളിലും വളരെ ആക്റ്റീവായിരുന്ന ബ്രൂസ് ലീ ആയോധന കലകൾ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നതിനാൽ പിതാവിനൊപ്പം റോയൽ പാർക്കിൽ പോയി തായ്ചി മാർഷൽ ആർട്സ് ആയോധന കലകളുടെ അടിസ്ഥാന പരിശീലനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. ബ്രൂസ് ലീയുടെ അമ്മ ഗ്രേസ് ഒരു കത്തോലിക്ക മതവിശ്വാസിയും കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം ലഭിക്കണമെന്ന് ആഗ്രഹിച്ചവളുമായിരുന്നു. ആയതിനാൽ തന്നെ തൻ്റെ മക്കളെ എല്ലാവരെയും ഹോങ്കോങ്ങിലെ ഏറ്റവും മികച്ച കത്തോലിക്ക സ്കൂളിൽ ചേർത്താണ് പഠിപ്പിച്ചത്. ചെറുപ്രായത്തിൽ തന്നെ തനിക്കിഷ്ടപ്പെട്ട ആയോധന കലകളടങ്ങിയ കോമിക് ബുക്കുകൾ കണ്ണിനോട് ചേർത്ത് പിടിച്ച് മണിക്കൂറുകളോളം വായിച്ചിരുന്ന ബ്രൂസ് ലീക്ക് 6ാമത്തെ വയസ്സിൽ തന്നെ കണ്ണട വയ്ക്കേണ്ടതായിട്ട് വന്നിരുന്നു. അക്കാലത്ത് കണ്ണട വയ്ക്കുന്നത് അംഗപരിമിതി ഉള്ളവരായിട്ട് കരുതിയിരുന്ന സ്കൂൾ കുട്ടികൾ ബ്രൂസ് ലീ വലിയ കണ്ണട വച്ച് സ്കൂളിലേക്ക് വരുമ്പോൾ കുട്ടികൾ അവനെ കളിയാക്കുമായിരുന്നു. ഇങ്ങനെ അവനെ ആക്ഷേപിക്കുന്നതും കളിയാക്കുന്നതും അവൻ ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അങ്ങനെ കളിയാക്കുന്നവരെ അവൻ നല്ലതുപോലെ തന്നെ എടുത്തെള്ളിയിട്ട് പെരുമാറുമായിരുന്നു. എവിടെയെല്ലാം അപമാനിക്കപ്പെടുന്നോ അവിടെയെല്ലാം അവൻ സ്വയം പ്രതിരോധിക്കുമായിരുന്നു.
പിന്നെ പിന്നെ വഴക്കിടുന്നതും അടിയുണ്ടാക്കുന്നതുമൊക്കെ അവനൊരു ഹരമായിരുന്നു. അവൻ പറഞ്ഞാൽ എന്തും അനുസരിക്കുന്ന 4-5 പേർ ബ്രൂസിലിയുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. അതിൽ 2 പേർ ബ്രൂസിലിയുടെ ജീവിതാവസാനം വരെ ബ്രൂസിലിയുടെ അടുത്ത വിശ്വസ്തരായി തുടർന്നിരുന്നു. അതിൽ ഒന്നാമത്തെയാൾ ലീയുടെ കുടുംബത്തിൽ വേലക്കാരനായി നിന്നിരുന്ന ഒരു വ്യക്തിയുടെ മകനായ വ്യൂ എഗ്മാൻ ആയിരുന്നു. സമപ്രായക്കാരായതിനാൽ തന്നെ സഹോദരങ്ങളെ പോലെയായിരുന്നു അവർ വളർന്നിരുന്നത്. രണ്ടാമത്തെ വിശ്വസ്ത അനുയായി യൂണിക്കോൺ ചാൻ ആയിരുന്നു. തൻ്റെ 6ാമത്തെ വയസ്സിൽ അഭിനയിച്ച ദ ബെർത്ത് ഓഫ് മാൻകൈൻഡ് എന്ന ചിത്രത്തിൽ കൂടെ അഭിനയിച്ച കുട്ടിയായിരുന്നു അത്. സ്കൂൾ കാലം മുതൽക്കേ ഒരു ഗുണ്ടാ തലവനെ പോലെയായിരുന്നു ബ്രൂസ്ലി പെരുമാറിയിരുന്നത്. വിദ്യാഭ്യാസ കാര്യത്തിൽ വളരെ പിന്നോക്കമായിരുന്ന ബ്രൂസ്ലി കുംഫു പോലുള്ള ആയോധന കലകളെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിക്കുവാൻ ഇഷ്ടപ്പെട്ടിരുന്നുവെങ്കിലും പാഠപുസ്തകങ്ങൾ അവന് വെറുപ്പായിരുന്നു. വളരെ മോശം ഗ്രേഡായിരുന്നു സ്കൂളിൽ അവന്. സമപ്രായക്കാരുമായിട്ടുള്ള അടിപിടിയൊക്കെ മാറ്റി സ്കൂളിലെ പെരുമാറ്റം മെച്ചപ്പെടുത്തുന്നതുവരെ സിനിമകളിൽ അഭിനയിക്കുന്നതിൽ നിന്ന് മാതാപിതാക്കൾ അവനെ വിലക്കി. എന്നിരുന്നാലും അക്കാലത്തെ സ്മാർട്ടായ ബാലതാരമെന്ന നിലയ്ക്ക് ഒട്ടനവധി സിനിമാ സംവിധായകരും നിർമ്മാതാക്കളും ബ്രൂസ്ലിയെ അഭിനയിപ്പിക്കുന്നതിനായി അവൻ്റെ മാതാപിതാക്കളെ കണ്ടിരുന്നുവെങ്കിലും അവർ അനുവാദം നൽകിയിരുന്നില്ല. എന്നാൽ വളരെയധികം പേരുടെ പ്രേരണയ്ക്ക് ശേഷം 1951 ഒരു സിനിമയിൽ അഭിനയിക്കാൻ മാതാപിതാക്കൾ അനുവാദം നൽകി. അത് കഴിഞ്ഞിട്ടും ബ്രൂസ്ലിയുടെ സ്വഭാവത്തിലോ വിദ്യാഭ്യാസത്തിലോ വലിയ മാറ്റമൊന്നും വന്നില്ല. അതോടെ വീണ്ടും ബ്രൂസ്ലിക്ക് വരുന്ന സിനിമാ ഓഫറുകളെല്ലാം തന്നെ മാതാപിതാക്കൾ നിരസിച്ചു. പ്രൈമറി സ്കൂളിലെ വിദ്യാഭ്യാസത്തിനു ശേഷം ബ്രൂസ്ലിയെ ഏറ്റവും ഉയർന്ന നിലവാരമുള്ള ലാ സാല ഇംഗ്ലീഷ് മീഡിയം ബോയ്സ് സ്കൂളിലേക്ക് അയച്ചു പഠിപ്പിച്ചു. ഈ സ്കൂളിലെ വിദ്യാഭ്യാസമാണ് ബ്രൂസ്ലിക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ പരിജ്ഞാനമുണ്ടാകാൻ സഹായിച്ചതും തൻ്റെ മുന്നോട്ടുള്ള ജീവിതമാർഗങ്ങൾക്ക് തുണയായതും. ഈ സ്കൂളിൽ ബ്രൂസ്ലി മികവ് പുലർത്തിയ ചുരുക്കം ചില വിഷയങ്ങളിൽ ഒന്നായിരുന്നു ഇംഗ്ലീഷ്. ഈ സമയങ്ങളിൽ നിരവധി സിനിമാ ഓഫറുകൾ ബ്രൂസ്ലിക്ക് വന്നിരുന്നുവെങ്കിലും 2 വർഷത്തോളം കാലം ബ്രൂസ്ലിയെ ഒരു സിനിമയിലും അഭിനയിക്കാൻ മാതാപിതാക്കൾ അനുവാദം നൽകിയിരുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് 1953 യൂണിയൻ ഫിലിം എൻ്റർപ്രൈസസ് എന്ന പുതിയൊരു സിനിമാ നിർമ്മാണ കമ്പനി തങ്ങളുടെ സിനിമാ കമ്പനിക്ക് വേണ്ടി എഴുത്തുകാരെയും സംവിധായകരെയും അഭിനേതാക്കളെയും കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓൾറെഡി സിനിമകളിൽ അഭിനയിച്ച് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്ന ബ്രൂസ്ലിക്ക് നല്ലൊരു ഓഫർ വാഗ്ദാനം ചെയ്ത് ആ കമ്പനി ബ്രൂസ്ലിയുടെ മാതാപിതാക്കളെ സമീപിച്ചു. മനസ്സില്ല മനസ്സോടെ ബ്രൂസ്ലിക്ക് സിനിമാ കരിയറിൽ നല്ലൊരു ഭാവി ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടാകട്ടെ എന്ന് കരുതി ആ സിനിമാ നിർമ്മാണ കമ്പനിയുമായി ചേർന്ന് പ്രവർത്തിക്കുവാൻ മാതാപിതാക്കൾ ബ്രൂസ്ലിക്ക് അനുവാദം നൽകുന്നു. അങ്ങനെ യൂണിയൻ ഫിലിം എൻ്റർപ്രൈസസ് എന്ന സിനിമാ കമ്പനിയുടെ ഗൈഡിംഗ് ലൈറ്റ് എന്ന ചിത്രത്തിലൂടെ ബ്രൂസ്ലി വീണ്ടും സജീവമാകുന്നു. $2000 ആയിരുന്നു പ്രതിഫലം കിട്ടിയിരുന്നത്. ആ സിനിമ വളരെ വിജയകരമായിരുന്നു. 1953 1955 ഇടയിൽ 10ഓളം സിനിമകൾ ആ കമ്പനിക്ക് വേണ്ടി ബ്രൂസ്ലി അഭിനയിച്ചു. ഇതേസമയം തങ്ങളുടെ മക്കളിൽ ഏറ്റവും ചട്ടമ്പിത്തരം കാണിച്ചിരുന്ന ബ്രൂസ്ലി ഇനി പഠനത്തിൽ നല്ല ശ്രദ്ധ കേന്ദ്രീകരിച്ച് ശാന്ത സ്വഭാവത്തിൽ വളരുമെന്ന് പിതാവായ ലീഹായ് ചൂനും മാതാവായ ഗ്രേസും പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അതൊരിക്കലും സംഭവിച്ചില്ല. ബ്രൂസ്ലി പഠിക്കുന്ന ലാ സാല സ്കൂളിന് ഏതാണ്ട് അടുത്തായി തന്നെ ഒരു കുന്നിൻ മുകളിൽ കിങ് ജോർജ് അഞ്ചാമൻ എന്നൊരു സ്കൂളുണ്ട്. ആ സ്കൂളിൽ പഠിക്കുന്നത് ഭൂരിഭാഗവും ബ്രിട്ടീഷ് വിദ്യാർത്ഥികളായിരുന്നു. എന്നാൽ ലാ സാല ബോയ്സ് സ്കൂളിൽ പഠിക്കുന്ന ബ്രൂസ്ലി അടക്കമുള്ള ചൈനീസ് വിദ്യാർത്ഥികൾക്ക് കിങ് ജോർജ് അഞ്ചാമൻ എന്ന സ്കൂളിൽ പഠിക്കുന്ന ബ്രിട്ടീഷ് വിദ്യാർത്ഥികളെ പുച്ഛമായിരുന്നു. ആയതിനാൽ തന്നെ സ്കൂൾ സമയം കഴിഞ്ഞാലുടൻ ഒരു ഗ്യാങ്ങായി എതിരാളിയായ സ്കൂളിൻ്റെ കളിസ്ഥലത്തിൻ്റെ പിന്നിലെത്തി ബ്രിട്ടീഷ് വിദ്യാർത്ഥികളെ പരിഹസിക്കുന്നതിൻ്റെ സംഘത്തലവനായിരുന്നു ബ്രൂസ്ലി. പലപ്പോഴും അതിൻ്റെ ഫലമായി കടുത്ത ഏറ്റുമുട്ടലുകൾ വരെ പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. പലപ്പോഴും സ്കൂളുകൾ തമ്മിലുള്ള പരസ്പര പരാതികളിലേക്ക് അതെത്തിച്ചേർന്നു. ബ്രൂസ്ലിയെക്കുറിച്ചുള്ള പരാതികൾ സ്കൂളിലും വീട്ടിലും പതിവായി. അങ്ങനെ പ്രശ്നക്കാരനായ ബ്രൂസ്ലിയെ ലാ സാല സ്കൂൾ അധികൃതർ ആ സ്കൂളിൽ നിന്ന് പുറത്താക്കി. അതിനുശേഷം അമ്മ ഗ്രേസ് പള്ളിയിലെ മേലധികാരികളെയൊക്കെ കണ്ട് റെക്കമെൻഡേഷൻ ചെയ്യിപ്പിച്ച് ബ്രൂസ്ലിയെ സെൻറ്റ് ഫ്രാൻസിസ് സേവിയർ കോളേജിലേക്ക് ചേർത്തു. അപ്പോൾ ബ്രൂസ്ലിക്ക് 15 വയസ്സായിരുന്നു പ്രായം. ഈ കോളേജിൽ അച്ചടക്കം വളരെ കർശനമായിരുന്നു. എന്നാൽ ബ്രൂസ്ലി ഒന്നിനെയും ഭയപ്പെട്ടിരുന്നില്ല. അവനും അവൻ്റെ സംഘവും തെരുവുകളിലൊക്കെ അടിപിടിയും അക്രമങ്ങളുമൊക്കെ നടത്തുമായിരുന്നു. ഈ സമയത്താണ് തൻ്റെ കായികക്ഷമത വർദ്ധിപ്പിക്കുവാനും ആയോധന കലകൾ പഠിക്കുന്നതിനും ബ്രൂസ്ലി തീരുമാനിക്കുന്നത്. അങ്ങനെ തൻ്റെ ഉറ്റ സുഹൃത്ത് വില്യം ചൂങ് വഴി ഒരു റിട്ടയർഡ് പോലീസ് ഇൻസ്പെക്ടർ നടത്തിയിരുന്ന ആയോധന കല പരിശീലന സ്കൂളിൽ ചേർന്നു.
അവിടെ ബ്രൂസ്ലി കഠിനവും അക്രമാസക്തവുമായ വിങ് ചു കുംഫു പഠിക്കുവാൻ തുടങ്ങി. 3 മൈൽ ഓട്ടവും 100 കണക്കിന് പുഷപ്പുകളും തുടർച്ചയായ പഞ്ചിങ് ബാക്ക് ചവിട്ടുകളും അക്രോബാറ്റിക്സും പൂർണ്ണ കോണ്ടാക്ട് പോരാട്ടങ്ങളും ഉണ്ടായിരുന്നു. ഇതെല്ലാം വളരെ കഠിനമായ പരിശീലനം തന്നെയായിരുന്നു. പക്ഷേ ആയോധന കലകളോടുള്ള ബ്രൂസ്ലിയുടെ അടങ്ങാത്ത ഭ്രമം കാരണം അദ്ദേഹം മുറിയിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ പോലും കണ്ണാടിയുടെ മുന്നിൽ നിന്ന് അയാൾ പഠിച്ച വിദ്യകൾ പ്രാക്ടീസ് ചെയ്ത് തൻ്റെ കഴിവുകൾ അതിവേഗം മെച്ചപ്പെടുത്തിയിരുന്നു. ബ്രൂസ്ലി തൻ്റെ ആയോധന കഴിവുകളിൽ അതിവേഗം പുരോഗമിച്ചതിൽ മറ്റ് ആയോധന കല വിദ്യാർത്ഥികൾക്ക് അതൃപ്തി ഉണ്ടായിരുന്നു. ബ്രൂസ്ലിയുടെ അമ്മ ജർമ്മൻ വംശപാരമ്പര്യമുള്ളതാണെന്ന് ചൂണ്ടിക്കാണിച്ച് ചൈനീസ് ആയോധന കലകൾ അവനെ പഠിപ്പിക്കരുതെന്ന് മറ്റ് വിദ്യാർത്ഥികൾ വാശി പിടിച്ച് ബ്രൂസ്ലിയോടൊപ്പമുള്ള പരിശീലനത്തിൽ നിന്നും മാറി നിന്നു. അങ്ങനെ വിങ് ചൂൺ കലയിൽ 1 വർഷത്തെ പരിശീലനം മാത്രം കിട്ടിയിരുന്ന ബ്രൂസ്ലി തൻ്റെ ആയോധന കലാ മാസ്റ്ററുടെ പൂർവ്വ വിദ്യാർത്ഥിയായ വിങ് ചൂൺ ലീക്കൊപ്പം പരിശീലനം നടത്തേണ്ടി വന്നു. ഇത് ബ്രൂസ്ലിയിൽ ദേഷ്യവും വാശിയും ഉണ്ടാക്കി. സെൻറ്റ് സേവിയേഴ്സ് കോളേജിലെ ക്ലാസ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ബ്രൂസ്ലി ആയോധന കലകളുടെ പരിശീലനത്തിനെത്തും. അവിടെ നിന്ന് നേരെ നഗരത്തിൻ്റെ തെരുവുകളിലേക്ക് ഇറങ്ങും. ആദ്യം തന്നെ ആയോധന കലകൾ പഠിപ്പിക്കരുത് എന്ന് പറഞ്ഞ വിദ്യാർത്ഥികളെ താനുമായിട്ടുള്ള ഫൈറ്റിന് വെല്ലുവിളിച്ചായിരുന്നു അടിയുണ്ടാക്കിയിരുന്നത്. പിന്നെ മറ്റ് ആയോധന കല മാസ്റ്റർ സ്കൂളുകളിൽ പഠിക്കുന്നവരുമായിട്ടും അടിയുണ്ടാക്കുമായിരുന്നു. നഗരത്തെരുവുകളിലെ അടിപിടി രൂക്ഷമായതോടുകൂടി പൊതുജനങ്ങൾക്ക് അവർ ഒരു ശല്യമായി മാറി. തെരുവുകളിലെ ദുഷ്ടന്മാർ എന്ന വിളിപ്പേരും അങ്ങനെ അവർക്ക് കിട്ടി. ഈ അക്രമ സംഭവങ്ങൾ പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടി പോലീസ് ബ്രൂസ്ലിയെ പ്രായപൂർത്തിയാകാത്ത കുറ്റവാളികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി. പിന്നെ പോലീസുകാരുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ നഗരങ്ങളിൽ ഒഴുകിക്കിടക്കുന്ന കെട്ടിടങ്ങളുടെ ടെറസുകളിലായിരുന്നു അവരുടെ ഏറ്റുമുട്ടലുകൾ നടന്നിരുന്നത്. അവിടെ എതിരാളികളായ മറ്റു കുംഫു സ്കൂളുകളുമായി മത്സര ഫൈറ്റുകൾ സംഘടിപ്പിച്ചിരുന്നു. ഒരിക്കൽ എതിരാളിയായ ഒരു കുംഫു സ്കൂളിലെ അസിസ്റ്റൻ്റ് ഇൻസ്ട്രക്ടറായ ചോയ് ലി ഫ്യൂട്ടിനെ ബ്രൂസ്ലി ഒരു ദ്വന്ദ്വ യുദ്ധത്തിന് വെല്ലുവിളിച്ചു. 2 റൗണ്ടുകളുള്ള ഒരു സൗഹൃദ മത്സരമായിരുന്നുവെങ്കിലും ബ്രൂസ്ലി അദ്ദേഹത്തിൻ്റെ നിരവധി പല്ലുകൾ അടിച്ചു തെറിപ്പിച്ചു. ബ്രൂസ്ലിയുടെ വിങ് ചൂൺ കഴിവുകൾ മെച്ചപ്പെട്ടപ്പോൾ സെൻറ്റ് ഫ്രാൻസിസ് സേവിയർ കോളേജിൽ കുംഫു ആയോധന കലകളൊക്കെ പഠിക്കാൻ താല്പര്യമുള്ള തൻ്റെ ഒരു കൂട്ടം അനുയായികളെ അദ്ദേഹം രഹസ്യമായി പഠിപ്പിക്കുവാൻ തുടങ്ങി. കളിസ്ഥലങ്ങളിലും ഒഴിവുകൂട്ടുന്ന ഇടവേളകളിലും താല്പര്യമുള്ള സഹപാഠികൾക്ക് നിർദ്ദേശങ്ങൾ നൽകുകയും ആയോധന കലകളിലെ മുറകൾ പരിശീലിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ബ്രൂസ്ലിയുടെ ഈ പ്രവൃത്തികൾ രഹസ്യമായി നിരീക്ഷിച്ചിരുന്ന ഒരു വ്യക്തി ആ സ്കൂളിലുണ്ടായിരുന്നു. ആ സ്കൂളിൻ്റെ അത്ലറ്റിക് ഡയറക്ടറും ജർമ്മൻ മിഷണറിയും മുൻ പ്രൊഫഷണൽ ബോക്സറുമായ ബ്രദർ എഡ്വാർഡ് ആയിരുന്നു അത്. ബ്രൂസ്ലിക്ക് ആയോധന കലകളോടുള്ള താല്പര്യവും പ്രാവീണ്യവും മനസ്സിലാക്കിയ അദ്ദേഹം സ്കൂളിൽ പുതുതായി രൂപീകരിച്ച സ്കൂൾ ബോക്സിങ്ങിൽ ചേരാനും ഇൻ്റർ സ്കൂൾ ബോക്സിംഗ് ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്നതിനും അദ്ദേഹം ബ്രൂസ്ലിയെ പ്രോത്സാഹിപ്പിച്ചു. ചാമ്പ്യൻഷിപ്പിനായി തയ്യാറെടുക്കുവാൻ ബ്രൂസ്ലിക്ക് ഏതാനും മാസങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എഡ്വാർഡ് ബ്രൂസ്ലിക്ക് ബോക്സിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫോർമുലകളെല്ലാം പറഞ്ഞു നൽകി. ഗ്ലൗസ് ആൻഡ് നോ കിക്ക് മത്സരങ്ങളിൽ തൻ്റെ വിങ് ചൂൺ ടെക്നിക്കുകൾ എങ്ങനെ ഫലപ്രദമായി പ്രയോഗിക്കണമെന്നും ബ്രൂസ്ലി പ്രാക്ടീസ് ചെയ്തു. നിരന്തരമായ പരിശീലനത്തിനൊടുവിൽ 1958 ഹോങ്കോങ്ങിൽ നടന്ന സ്കൂൾ ബോക്സിംഗ് ടൂർണമെൻറ്റിൽ സെൻറ്റ് സേവിയേഴ്സ് കോളേജിന് വേണ്ടി മത്സരിച്ച ബ്രൂസ്ലി ഫൈനലിൽ മുൻ ചാമ്പ്യനായ ഗാരി എൽംസിനെ പരാജയപ്പെടുത്തി ചാമ്പ്യൻഷിപ്പ് സ്വന്തമാക്കി. സ്കൂൾ ചാമ്പ്യൻഷിപ്പിന് വേണ്ടി മാത്രമായിരുന്നു ബ്രൂസ്ലി ബോക്സിങ്ങിൽ ആക്റ്റീവായിരുന്നത്. ബ്രൂസ്ലി എപ്പോഴും ഇഷ്ടപ്പെട്ടിരുന്നത് ചൈനീസ് കുംഫു മാർഷൽ ആർട്സുകൾ തന്നെയായിരുന്നു. ചൈനീസ് ആയോധന കലകൾ അഭ്യസിച്ചും വിദ്യാഭ്യാസം നേടിയും തെരുവുകളിലെ അടിപിടി അക്രമങ്ങളിൽ സജീവമായിരുന്ന ബ്രൂസ്ലി 18 വയസ്സ് പൂർത്തിയായപ്പോഴേക്കും 20ഓളം ഹോങ്കോങ് പ്രാദേശിക ഭാഷാ ചിത്രങ്ങളിൽ ബാലതാരമായി അഭിനയിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രശസ്തി ആർജിച്ചിരുന്നത് ദി ഓർഫൺ എന്ന സിനിമയായിരുന്നു. എന്നാൽ ഇനി നടന്നൊരു സംഭവം ബ്രൂസ്ലിയുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്നതായിരുന്നു. നമുക്കറിയാം, വമ്പത്തരം കാണിച്ചു വരുന്ന ആരെയും ബ്രൂസ്ലി വെറുതെ വിടുന്ന ചരിത്രമുണ്ടായിരുന്നില്ല. ഒരു ദിവസം ബ്രൂസ്ലി തെരുവിൽ ഒരു സംഘം ആൾക്കാരുമായി ഏറ്റുമുട്ടേണ്ടി വന്നു. ആ സംഘത്തിലെ പലർക്കും മാരകമായ പരിക്കുകളുണ്ടായി. എന്നാൽ ബ്രൂസ്ലി അറിഞ്ഞിരുന്നില്ല അത് 22 രാജ്യങ്ങളിലേറെയായി വ്യാപിച്ചു കിടക്കുന്ന കൊള്ളയടിയും കൊലപാതകവും തട്ടിക്കൊണ്ടുപോക്കലും മനുഷ്യക്കടത്തും സെക്സ് റാക്കറ്റും നിയമവിരുദ്ധ ചൂതാട്ടങ്ങളും എല്ലാം നടത്തുന്ന ഹോങ്കോങ് ആസ്പദമായി പ്രവർത്തിക്കുന്ന ഏഷ്യയിലെ തന്നെ ക്രൈം സിൻഡിക്കേറ്റ് ലിസ്റ്റിൽപ്പെട്ടിട്ടുള്ള ട്രയാഡ് എന്ന മാഫിയ സംഘത്തിൽപ്പെട്ടവരാണ് അവർ എന്നത്. പിന്നീടുള്ള അവരുടെ പ്രതികാരത്തിൻ്റെയും വധഭീഷണിയുടെയും പോലീസ് കേസുകളുടെയും പശ്ചാത്തലത്തിൽ ബ്രൂസ്ലിയുടെ മാതാവായ ഗ്രേസ് ബ്രൂസ്ലിയെ അമേരിക്കയിലേക്ക് പോകാൻ നിർബന്ധിച്ചു.
അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ ബ്രൂസ്ലി 1959 മെയ് മാസത്തിൽ അമേരിക്കയിലേക്ക് കപ്പൽ കയറുന്നു. സാൻ ഫ്രാൻസിസ്കോയിലെത്തിയ ബ്രൂസ്ലി തൻ്റെ പിതാവിൻ്റെ സുഹൃത്തിനോടൊപ്പമായിരുന്നു ആദ്യം താമസിച്ചിരുന്നത്. ഇംഗ്ലീഷിൽ നല്ല പരിജ്ഞാനമുണ്ടായിരുന്ന ബ്രൂസ്ലി ജോലി അന്വേഷിക്കുന്ന സമയത്ത് സിയാറ്റിലെ ഒരു റെസ്റ്റോറൻ്റ് ഉടമയായ ചൈനീസ് വംശജ റൂബി ചൗ ബ്രൂസ്ലിക്ക് ഒരു വെയിറ്റർ ജോലിയും താമസിക്കാൻ ഒരു ഇടവും വാഗ്ദാനം ചെയ്തു. അങ്ങനെ ബ്രൂസ്ലി സിയാറ്റിലേക്ക് താമസം മാറ്റി. സിയാറ്റിലെ കാപ്പിറ്റോൾ ഹില്ലിലുള്ള എഡിസൺ ടെക്നിക്കൽ സ്കൂളിൽ ചേർന്ന് പഠിക്കുകയും വൈകുന്നേരങ്ങളിൽ റെസ്റ്റോറൻറ്റിൽ ജോലിയും ചെയ്തു പോന്നു. എന്നിരുന്നാലും ബ്രൂസ്ലി തൻ്റെ ആയോധന കലകളൊന്നും കൈവിട്ടിരുന്നില്ല. അതിരാവിലെ എണീറ്റുള്ള ഓട്ടവും താൻ ജോലി ചെയ്യുന്ന റെസ്റ്റോറൻറ്റിൻ്റെ കിച്ചന് പുറകെ ഒരു വെയിറ്റ് ബാഗ് തൂക്കിയിട്ട് അതിലുള്ള പ്രാക്ടീസും നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കിയിരുന്നു. ആയോധന കലയും റെസ്റ്റോറൻറ്റ് ജോലിയും എഡിസൺ ടെക്നിക്കൽ സ്കൂളിലെ പഠനവുമായി ബ്രൂസ്ലി റെസ്റ്റില്ലാതെ ഓരോ ദിവസവും ജീവിച്ചു. അങ്ങനെ 1960 എഡിസൺ ടെക്നിക്കൽ സ്കൂളിൽ നിന്ന് ഉയർന്ന ഗ്രേഡിൽ തന്നെ ഡിപ്ലോമ നേടുന്നു. ഇതറിഞ്ഞ ബ്രൂസ്ലിയുടെ മാതാപിതാക്കൾ വളരെയധികം സന്തോഷിച്ചു. കാരണം ബ്രൂസ്ലി ഹോങ്കോങ്ങിലായിരുന്ന സമയത്ത് പഠനത്തിൽ ഒട്ടും തന്നെ മികവ് പുലർത്താതെ തെരുവുകളിൽ അടിപിടിയും അക്രമവുമായി നടന്നവൻ അമേരിക്കയിലെത്തിയ ശേഷം ജീവിതത്തിലും പഠനത്തിലും മികവ് പുലർത്തി തുടങ്ങിയിരിക്കുന്നു. എഡിസൺ ടെക്നിക്കൽ സ്കൂളിൽ നിന്ന് ഉയർന്ന ഗ്രേഡോടെ ഡിപ്ലോമ പാസ്സായതിനാൽ തന്നെ ബ്രൂസ്ലിക്ക് 1961 വാഷിംഗ്ടൺ സർവകലാശാലയിൽ ഉപരിപഠനത്തിന് അഡ്മിഷൻ കിട്ടുന്നു. ഈ പഠനകാലത്ത് ബ്രൂസ്ലി സ്വീഡിഷ് വംശജയായ ലിൻഡ എമറി എന്ന അമേരിക്കൻ യുവതിയെ കണ്ടുമുട്ടുകയും അവർ തമ്മിൽ പ്രണയത്തിലാവുകയും ചെയ്തു. ആ കാലങ്ങളിൽ റെസ്റ്റോറൻറ്റിലെ ജോലി ഉപേക്ഷിച്ച ബ്രൂസ്ലി ജീവിത ചെലവിനായി കൂടുതൽ പണം കണ്ടെത്തുന്നതിനായി കുംഫു ട്രെയിനിങ് സെൻറ്റർ ആരംഭിച്ചു. അക്കാലത്ത് അമേരിക്കയിൽ കരാട്ടെ ട്രെയിനിങ് സെൻറ്ററുകളായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്. ബ്രൂസ്ലി കുംഫു ട്രെയിനിങ് സെൻറ്റർ ആരംഭിച്ചപ്പോൾ അമേരിക്കയിലേക്ക് കുടിയേറിയിരുന്ന ചൈനീസ് വംശജരും ചൈനീസ് കുംഫു അഭ്യസിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന അമേരിക്കൻ യുവാക്കളും ബ്രൂസ്ലിയുടെ ട്രെയിനിങ് സെൻറ്ററിൽ ധാരാളമായി എത്തിയിരുന്നു. കുംഫു പഠിപ്പിച്ചുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഉപജീവന മാർഗം കണ്ടെത്താൻ കഴിയുമെന്ന് ബ്രൂസ്ലിക്ക് ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ വാഷിംഗ്ടൺ സർവകലാശാലയിലെ തുടർ പഠനം ഉപേക്ഷിച്ച് ബ്രൂസ്ലി കുംഫു പഠിപ്പിക്കുന്ന ട്രെയിനിങ് സെൻറ്ററിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഈ സമയത്ത് ബ്രൂസ്ലിയും ലിൻഡയുമായുള്ള പ്രണയബന്ധം ലിൻഡയുടെ പാരൻസ് അറിയുന്നു. ഒരു ചൈനീസ് വംശജനുമായിട്ടുള്ള പ്രണയബന്ധമായതിനാൽ തന്നെ ലിൻഡയുടെ മാതാപിതാക്കൾ ഈ ബന്ധം എതിർത്തു. എന്നിരുന്നാലും 1964 ഓഗസ്റ്റ് 17 ബ്രൂസ്ലിയും ലിൻഡയും പ്രാദേശിക ഒരു പള്ളിയിൽ വച്ച് വളരെ ലളിതമായി വിവാഹിതരായി. ലിൻഡ വളരെ ശാന്ത സ്വഭാവക്കാരിയും വാത്സല്യമുള്ളവളും എല്ലാത്തിനും ബ്രൂസ്ലിയെ സപ്പോർട്ട് ചെയ്യുന്നവളുമായിരുന്നു. ബ്രൂസ്ലി അമേരിക്കയിൽ വന്ന സമയത്ത് ബ്രൂസ്ലിയുടെ പിതാവിൻ്റെ പരിചയക്കാരനും നിരവധി ആയോധന കലകളിൽ മാസ്റ്ററുമായിരുന്ന ജെയിംസ് എം ലീയെ കണ്ടുമുട്ടിയിരുന്നു. ഒരു കുംഫു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാൻ ബ്രൂസ്ലിയെ പ്രേരിപ്പിച്ചതും അദ്ദേഹം തന്നെയായിരുന്നു. ബ്രൂസ്ലിയും ലിൻഡയുടെയും വിവാഹത്തിന് ശേഷം അവർ ആദ്യകാലങ്ങളിൽ താമസിച്ചിരുന്നതും ഭാര്യ മരിച്ചുപോയിരുന്ന ജെയിംസ് എം ലീയുടെ വീട്ടിൽ തന്നെയായിരുന്നു. ബ്രൂസ്ലിയും ജെയിംസും ചേർന്നായിരുന്നു അവരുടെ കുംഫു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയിരുന്നത്. വളരെ വിജയകരമായി പ്രവർത്തിച്ചു പോന്നിരുന്ന കുംഫു ഇൻസ്റ്റിറ്റ്യൂട്ടിനെതിരെ അപ്രതീക്ഷിതമായൊരു വെല്ലുവിളിയുണ്ടായി. സാൻ ഫ്രാൻസിസ്കോയിലെ ചൈന ടൗണിൽ വസിച്ചിരുന്ന ചൈനീസ് വംശജനും ചൈനീസ് ആയോധന കലകളിൽ മാസ്റ്ററേറ്റ് എടുത്തിരുന്ന വോങ് ജോക്ക്മാൻ ബ്രൂസ്ലിയുടെ കുംഫു ഇൻസ്റ്റിറ്റ്യൂട്ടിനെതിരെ രംഗത്ത് വന്നു. പ്രായത്തിൽ വളരെ ചെറുപ്പക്കാരനായ ബ്രൂസ്ലി അമേരിക്കയിൽ ഒരു കുംഫു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നതിൽ അസൂയ മൂത്ത വോങ് ജാക്ക്മാൻ ചൈനീസ് ആയോധന കലകൾ പാശ്ചാത്യരെ പഠിപ്പിക്കരുതെന്നും കുംഫു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉടൻ തന്നെ അടച്ചു പൂട്ടണമെന്നും ബ്രൂസ്ലിയെ ഭീഷണിപ്പെടുത്തി. അതിന് തയ്യാറാകാത്ത ബ്രൂസ്ലിയോട് വോങ് ജോക്ക്മാൻ ഒരു ദ്വന്ദ്വ യുദ്ധത്തിന് വെല്ലുവിളിച്ചു. ബ്രൂസ്ലി താനുമായിട്ടുള്ള ഫൈറ്റിൽ പരാജയപ്പെട്ടാൽ കുംഫു ഇൻസ്റ്റിറ്റ്യൂട്ട് അടച്ചുപൂട്ടുകയോ അല്ലെങ്കിൽ അമേരിക്കക്കാരെ കുംഫു പഠിപ്പിക്കുന്നത് അവസാനിപ്പിക്കുകയോ ചെയ്യണം എന്നായിരുന്നു വെല്ലുവിളി. ഒരു തരത്തിലുമുള്ള പേടിയോ പരിഭ്രമമോ ഇല്ലാതെ തന്നെ ബ്രൂസ്ലി നിബന്ധനകൾ അംഗീകരിച്ച് ഫൈറ്റിന് തയ്യാറായത് വോങ് ജോക്ക്മാനെ ആശ്ചര്യപ്പെടുത്തി. എന്നാൽ അന്ന് 8 മാസം ഗർഭിണിയായിരുന്ന ലിൻഡയ്ക്ക് ബ്രൂസ്ലിയെക്കുറിച്ച് ഒട്ടും തന്നെ ആശങ്കയുണ്ടായിരുന്നില്ല. ഫൈറ്റിൽ ബ്രൂസ്ലി എത്രത്തോളം അപകടകാരിയാണെന്ന് ലിൻഡയ്ക്ക് അറിയാമായിരുന്നു. വോങ് ജോക്ക്മാനും ബ്രൂസ്ലിയും തമ്മിലുള്ള ഫൈറ്റ് തുടങ്ങി ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ വോങ് ജോക്ക്മാൻ മനസ്സിലാക്കുകയാണ് ബ്രൂസ്ലി താൻ വിചാരിച്ചതുപോലുള്ള ആളല്ല. ബ്രൂസ്ലിയുടെ അതിവേഗത്തിലുള്ള ശക്തമായ പ്രഹരം സഹിക്കാൻ കഴിയാതെ
വോങ് ജോക്ക് മാൻ ഓടാൻ ശ്രമിച്ചു. എന്നാൽ ബ്രൂസ്ലി വിട്ടില്ല. ഓടിച്ചിട്ട് ഇടിവെറ്റിച്ചു. അധിക നേരം പിടിച്ചു നിൽക്കാനാകാതെ അദ്ദേഹം ഫൈറ്റ് നിർത്താൻ ബ്രൂസ്ലിയോട് അപേക്ഷിച്ചു. പിന്നീട് ബ്രൂസ്ലിയോട് വമ്പത്തരം കാണിക്കുവാൻ അറിഞ്ഞുകൊണ്ടാരും മുതിർന്നില്ല. ബ്രൂസ്ലി തൻ്റെ കുംഫു ഇൻസ്റ്റിറ്റ്യൂട്ട് കുറച്ചുകൂടി പരിഷ്കരിച്ച് വിപുലപ്പെടുത്തി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ലോങ് ബീച്ചിൽ നടക്കുന്ന അന്താരാഷ്ട്ര കരാട്ടെ ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്നതിനായി ബ്രൂസ്ലിക്ക് ക്ഷണം ലഭിക്കുന്നത്. ബ്രൂസ്ലി കുംഫുവിൽ മാത്രമായിരുന്നില്ല മികവ് പുലർത്തിയിരുന്നത്. നിരവധി ആയോധന കലകൾ സ്വായത്തമാക്കിയിരുന്ന ബ്രൂസ്ലി ലോങ് ബീച്ചിൽ നടക്കുന്ന ഇൻ്റർനാഷണൽ കരാട്ടെ ടൂർണമെൻറ്റിൽ ലോകോത്തര ചാമ്പ്യന്മാരെ വരെ അതിശയിപ്പിച്ചുകൊണ്ട് 1 ഇഞ്ച് പഞ്ച് പെർഫോം ചെയ്തു. ആ 1 ഇഞ്ച് പഞ്ച് ബ്രൂസ്ലിയുടെ തലവരയെ മാറ്റിമറിക്കാൻ പോകുന്നത് ബ്രൂസ്ലിക്ക് അപ്പോൾ അറിയില്ലായിരുന്നു. അന്നത്തെ ആ ടൂർണമെൻ്റെല്ലാം വീഡിയോ ക്യാമറകളിൽ പകർത്തപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ പെർഫോമൻസുകൾ അന്ന് കാണാൻ വന്നിരുന്നവരിൽ ഒരാൾ ഹോളിവുഡ് സെലിബ്രിറ്റികളുടെ ഹെയർ സ്റ്റൈലിസ്റ്ററായിരുന്ന ജെ സെബ്രിക്സ് ആയിരുന്നു. ബ്രൂസ്ലിയുടെ പെർഫോമൻസിൽ അദ്ദേഹം വളരെയധികം ആകൃഷ്ടനായി. ഏതാനും മാസങ്ങൾക്ക് ശേഷം ടെലിവിഷൻ നിർമ്മാതാവായ വില്യം ഡാസിയും ജെ സെബ്രിക്സും കണ്ടുമുട്ടിയപ്പോൾ പുതിയ അഭിനേതാക്കളെ തിരയുന്ന ആ നിർമ്മാതാവിനോട് കുംഫു പോലുള്ള ആയോധന കലകളിൽ വിദഗ്ധനായ യുവാവായ ബ്രൂസ്ലിയെക്കുറിച്ച് സെബ്രിക് പറയുകയും ഇൻ്റർനാഷണൽ കരാട്ടെ ടൂർണമെൻറ്റിൽ ബ്രൂസ്ലിയുടെ പെർഫോമൻസ് അടങ്ങിയ വീഡിയോ കാസറ്റ് അദ്ദേഹം ആ നിർമ്മാതാവിനെ കാണിക്കുകയും ചെയ്തു. ഈ സമയത്ത് ബ്രൂസ്ലിയുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ സംഭവിക്കുകയാണ്. ബ്രൂസ്ലിയുടെ പിതാവ് മരണപ്പെടുന്നു. ഏതാണ്ട് ആ സമയത്ത് തന്നെ 1965 ഫെബ്രുവരി 1 ബ്രൂസ്ലിയുടെ ഭാര്യയായ ലിൻഡ ഒരു ആൺകുഞ്ഞിനെ പ്രസവിക്കുന്നു. അവർ ആ കുഞ്ഞിനെ ബ്രാൻഡൻ ലീ എന്ന് പേരിട്ടു. ബ്രൂസ്ലിയുടെ മകൻ ജനിച്ച് ഏതാണ്ട് 3 ദിവസങ്ങൾ കഴിയുന്ന സമയത്ത് തന്നെ ബ്രൂസ്ലിക്ക് സ്ക്രീൻ ടെസ്റ്റ് ഓഡിഷനു വേണ്ടി ലോസ് ഏഞ്ചൽസിൽ എത്താൻ ഓഫർ വന്നു. അങ്ങനെ ബ്രൂസ്ലിക്ക് അമേരിക്കൻ ടെലിവിഷൻ സീരിയലായ ഗ്രീൻ ഹോണറ്റിൽ സഹനടനാകാനുള്ള കരാർ കിട്ടി. 1966 സെപ്റ്റംബർ 9 മുതൽ പ്രദർശനം ആരംഭിച്ച ഈ പരമ്പരയിലൂടെ അമേരിക്കൻ പ്രേക്ഷകർ ആദ്യമായി കുംഫു ഫൈറ്റ് സീനുകൾ ആസ്വദിച്ചു. ബ്രൂസ്ലി അവതരിപ്പിച്ച കാറ്റോ എന്ന ക്യാരക്ടർ യുവ പ്രേക്ഷകർക്കിടയിൽ വൻ തരംഗമായി. ബ്രൂസ്ലി വ്യക്തിപരമായി അമേരിക്കയിലാകമാനം ദ ഗ്രീൻ ഹോണറ്റ് എന്ന ടെലിവിഷൻ സീരിയലിലൂടെ പ്രശസ്തനായി. പക്ഷേ വെറും 26 എപ്പിസോഡുകൾ മാത്രമായിരുന്നു ആ സീരിയൽ ഉണ്ടായിരുന്നത്. കാറ്റോ എന്ന കഥാപാത്രത്തിലൂടെ ജനപ്രീതി ഉണ്ടായിരുന്നിട്ടും ബ്രൂസ്ലിക്ക് വലിയ വേഷങ്ങൾ ലഭിക്കാതിരുന്നത് അക്കാലത്ത് അമേരിക്കൻ സിനിമ ടെലിവിഷൻ മേഖലകളിൽ നിറഞ്ഞു നിന്നിരുന്ന വംശീയ വേർതിരിവ് തന്നെയായിരുന്നു. ബ്ലോണ്ടി, ഹിയർ കം ദി ബ്രൈഡ് എന്നീ സീരിയലുകളിൽ ചെറിയ ഗസ്റ്റ് റോളുകളാണ് പിന്നെ ലഭിച്ചത്. ബ്രൂസ്ലി വീണ്ടും കുംഫു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. 1967 ബ്രൂസ്ലി തൻ്റെ 3ാമത്തെ കുംഫു ഇൻസ്റ്റിറ്റ്യൂട്ട് തുറന്നു. ദ ഗ്രീൻ ഹോണസ്റ്റിൻ്റെ പ്രൊഡ്യൂസറുടെ നിർദ്ദേശപ്രകാരം ബ്രൂസ്ലി തൻ്റെ ഫീസ് പ്രതിമാസം $22 നിന്ന് മണിക്കൂറിൽ $50 ഉയർത്തി. ഒടുവിൽ വീണ്ടും അദ്ദേഹത്തിൻ്റെ ഫീസ് നിരക്ക് വർദ്ധിപ്പിച്ച് മണിക്കൂറിൽ $250 ഉയർത്തി. ഈ സമയത്ത് സംവിധായകനായ റോമൻ പൊളൻസ്കി ബ്രൂസ്ലിയെ തൻ്റെ പേഴ്സണൽ ട്രെയിനറാക്കി. മാത്രമല്ല അമേരിക്കൻ ആക്ടറായ സ്റ്റീവ് മക്കീൻ, ജോ ലൂയിസ്, അമേരിക്കൻ ബാസ്കറ്റ്ബോൾ താരമായിരുന്ന കരീം അബ്ദുൾ ജബ്ബാർ, ആക്ടർ ജെയിംസ് ഗാർണർ എന്നിങ്ങനെയുള്ള പല സെലിബ്രിറ്റികളുടെയും ആയോധനകല ട്രെയിനറായി ബ്രൂസ്ലി മാറിയിരുന്നു. കൂടാതെ അമേരിക്കയിലെ തന്നെ സുപ്രധാന കരാട്ടെ ചാമ്പ്യന്മാരായിരുന്ന ചങ് നോറിസ്, ബോക്സർ ജോ ലൂയിസ്, മൈക്ക് സ്റ്റോൺ എന്നിവരെയും ബ്രൂസ്ലി പരിശീലിപ്പിച്ചിരുന്നു. 1969 ഏപ്രിൽ 19 ബ്രൂസ്ലിയുടെ ഭാര്യ ലിൻഡ മകൾ ഷാനയ്ക്ക് ജന്മം നൽകി. അതുകഴിഞ്ഞ് ഏതാണ്ട് ആഴ്ചകൾ കഴിയുന്ന സമയത്ത് 125 കിലോ ഭാരമുള്ള ഒരു ബാർബൽ ഉയർത്തുന്നതിനിടെ ബ്രൂസ്ലിയുടെ നടുവിന് ഗുരുതരമായ പരിക്ക് പറ്റുന്നു. നട്ടലിൻ്റെ ജോയിൻറ്റിലുണ്ടായ സ്ഥാനചലനം ബ്രൂസ്ലിയെ ഒരു കിടപ്പ് രോഗിയാക്കി മാറ്റി. 3 മാസത്തോളം കാലം ബ്രൂസ്ലിക്ക് കമഴ്ന്നു കിടക്കേണ്ടതായി വന്നു. കൂടുതൽ ആയാസകരമാകുന്ന ഒന്നും തന്നെ ഇനി ജീവിതകാലം ചെയ്യാൻ കഴിയില്ലെന്ന് ഡോക്ടേഴ്സ് വിധി പറഞ്ഞു. അതിനർത്ഥം ബ്രൂസ്ലിയുടെ ഇഷ്ട ആയോധന കലയായ കുംഫു ഇനി ചെയ്യാൻ കഴിയില്ല എന്നായിരുന്നു. ഇതോടെ ബ്രൂസ്ലി വിഷാദത്താൽ ദുഃഖിതനായി തീർന്നു. എന്നാൽ ഒന്നിലും തോൽക്കാനോ തോറ്റുകൊടുക്കാനോ മനസ്സില്ലാത്ത ബ്രൂസ്ലി തൻ്റെ മനസ്സിനെയും ശരീരത്തെയും സ്വയം മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. 6 മാസത്തിന് ശേഷം ബ്രൂസ്ലി വീണ്ടും എക്സസൈസ് ചെയ്തു തുടങ്ങി. എന്നാൽ ഇതേ സമയം ബ്രൂസ്ലി ഒരു ദുർശീലം തുടങ്ങിയിരുന്നു.
തൻ്റെ ജീവനായ കുംഫു പരിശീലിക്കുന്നതിനായിട്ടുള്ള എക്സസൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അമിതമായ വേദന അറിയാതിരിക്കാൻ വേദന സംഹാരികൾക്കൊപ്പം തലച്ചോറിൻ്റെ നാഡികളെ ബാധിക്കുന്ന തരത്തിൽ മാരകമായ മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ട് കുംഫു പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരുന്നു. ഒടുവിൽ ബ്രൂസ് ലീ എക്സസൈസിലൂടെ തൻ്റെ പഴയ ആരോഗ്യക്ഷമത വീണ്ടെടുത്തു. തൊട്ടടുത്ത വർഷം തന്നെ ബ്രൂസ് ലീ ലോങ് സ്ട്രീറ്റ് എന്ന ടെലിവിഷൻ പരമ്പരകളിലെ 4 എപ്പിസോഡുകൾ അഭിനയിച്ചു. ഈ സമയത്ത് തൻ്റെ വിധവയായ അമ്മയെ ഹോങ്കോങ്ങിൽ നിന്ന് അമേരിക്കയിലേക്ക് കൊണ്ടുവരാനുള്ള ഏർപ്പാടുകൾ ചെയ്യുന്നതിനായി ബ്രൂസ് ലീ ഹോങ്കോങ്ങിലേക്ക് പോയി. എന്നാൽ ബ്രൂസ് ലീ ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം ഹോങ്കോങ്ങിൽ ബ്രൂസ് ലീക്കായി കാത്തിരിപ്പുണ്ടായിരുന്നു. ഹോങ്കോങ്ങിലെ പ്രശസ്തനായിരുന്ന ആ സമീപകാലത്ത് മരിച്ചുപോയ ലീ ഹായ് ചൂൻ്റെ മകൻ ബ്രൂസ് ലീ അഭിനയിച്ച അമേരിക്കൻ ടെലിവിഷൻ സീരിയലായ ഗ്രീൻ ഹോണറ്റ് ഹോങ്കോങ്ങിലെ AHD സിനിമാ തിയേറ്ററുകളിൽ ചൈനീസ് ഭാഷയിലേക്ക് മൊഴിമാറ്റി പ്രദർശിപ്പിച്ചിരുന്നു. ആയതിനാൽ തന്നെ ബ്രൂസ് ലീ പോലും അറിയാതെ ബ്രൂസ് ലീക്ക് വലിയൊരു ആരാധക സംഘം തന്നെ ഹോങ്കോങ്ങിൽ രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു. അമേരിക്കയിൽ നിന്ന് ഹോങ്കോങ് വിമാനത്താവളത്തിൽ പറന്നിറങ്ങിയ ബ്രൂസ് ലീ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. ബ്രൂസ് ലീ ഹോങ്കോങ്ങിലേക്ക് വരുന്നുണ്ടെന്ന് മനത്തറിഞ്ഞ മാധ്യമപ്രവർത്തകരും ആരാധകരും ഹോങ്കോങ് എയർപോർട്ടിന് മുന്നിൽ തടിച്ചുകൂടിയിട്ടുണ്ടായിരുന്നു. ബ്രൂസ് ലീയെ ഇത് ആശ്ചര്യപ്പെടുത്തി. ഹോങ്കോങ് ജനങ്ങളുടെ ഇടയിലെ പ്രശസ്തി കാരണം ബ്രൂസ് ലീക്ക് തുടർന്നുള്ള 2 ആഴ്ചകൾ വിവിധ മാധ്യമപ്രവർത്തകർക്ക് ഇൻ്റർവ്യൂ നൽകേണ്ടതായിട്ട് വന്നു. ബ്രൂസ് ലീയുടെ ആ പ്രശസ്തി മുതലാക്കാനായി ഹോങ്കോങ്ങിലെ സിനിമാ നിർമ്മാണ കമ്പനികൾ പല ഓഫറുകളുമായി ബ്രൂസ് ലീയെ സമീപിച്ചു. പക്ഷേ ഒട്ടുമിക്ക ഓഫറുകളും ബ്രൂസ് ലീ നിരസിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഗോൾഡൻ ഹാർവസ്റ്റ് സ്റ്റുഡിയോയിലെ ഉടമയായ റെയ്മണ്ട് ചൗ 2 സിനിമകൾ നിർമ്മിക്കുന്നതിനായി $15,000 ബ്രൂസ് ലീക്ക് വാഗ്ദാനം ചെയ്തു. ബ്രൂസ് ലീ മുന്നോട്ട് വച്ച നിബന്ധനകൾ കൂടി അംഗീകരിച്ചായിരുന്നു ആ കരാറിൽ ഒപ്പിട്ടത്. അങ്ങനെ 1971 ബ്രൂസ് ലീ പ്രധാന വേഷത്തിൽ അഭിനയിച്ച ആദ്യ ചിത്രമായ ദ ബിഗ് ബോസ് റിലീസായി. മെയിൻ നായക വേഷത്തിൽ അഭിനയിച്ച ആദ്യ ചിത്രമായിരുന്നതിനാൽ തന്നെ ബ്രൂസ് ലീയും ഭാര്യ ലിൻഡയും ആദ്യ ഷോ കാണാൻ തിയേറ്ററിലെത്തിയത് പരിഭ്രാന്തി നിറഞ്ഞ പ്രതീക്ഷകളോടെയായിരുന്നു. സിനിമ അവസാനിച്ച് ബ്രൂസ് ലീ തിയേറ്ററിൽ നിന്ന് പുറത്തേക്കിറങ്ങുമ്പോൾ ആഹ്ലാദഭരിതരായ ജനക്കൂട്ടം നല്ലൊരു സിനിമ കണ്ടതിൻ്റെ സന്തോഷം പങ്കുവയ്ക്കാൻ മറന്നില്ല. ജനക്കൂട്ടം ഇരച്ചുകൂടി അവരുടെ സന്തോഷം പ്രകടിപ്പിച്ചു. വെറും 3 ആഴ്ച കൊണ്ട് ചിത്രം ഹോങ്കോങ്ങിൽ $3 മില്യണിലധികം കളക്ഷൻ നേടി. അന്നുവരെ ഹോങ്കോങ്ങിലുണ്ടായിരുന്ന എല്ലാ കളക്ഷൻ റെക്കോർഡുകളും തകർത്തെറിയപ്പെട്ടു. അധികം താമസിക്കാതെ തന്നെ ഗോൾഡൻ ഹാർവസ്റ്റ് സിനിമാ കമ്പനിയുടെ ബ്രൂസ് ലീയുടെ 2ാമത്തെ ചിത്രമായ ഫിസ്റ്റ് ഓഫ് ഫ്യൂറി റിലീസായി. അതും വൻ വിജയമായിരുന്നു. അതോടെ ഹോങ്കോങ്ങിൽ ബ്രൂസ് ലീക്ക് ആരാധകരുടെ ശല്യമേറി. സമാധാനപരമായിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ പോകാൻ പോലും ബ്രൂസ് ലീക്ക് കഴിയാണ്ടായി. ഓട്ടോഗ്രാഫിനായിട്ടുള്ള അമിതമായ അഭ്യർത്ഥനയും സ്വകാര്യത ഇല്ലായ്മയും ബ്രൂസ് ലീയെ അലട്ടി. ഏഷ്യയിലെ മറ്റു രാജ്യങ്ങളിലേക്കെല്ലാം ബ്രൂസ് ലീ സിനിമകൾ തരംഗമായി മാറി. ഫിലിപ്പീൻസിൽ ഫിസ്റ്റ് ഓഫ് ഫ്യൂറി 6 മാസമാണ് തിയേറ്ററുകളിൽ നിറഞ്ഞു ഓടിയത്. അതോടെ ഏഷ്യയിലെ കൂടുതൽ സിനിമാ നിർമ്മാണ കമ്പനികൾ ബ്രൂസ് ലീക്ക് വലിയ ഓഫറുകൾ വാഗ്ദാനം ചെയ്തുകൊണ്ടുവന്നു. എന്നാൽ അതെല്ലാം നിരസിച്ച് ബ്രൂസ് ലീ ഹോങ്കോങ്ങിൽ നിന്ന് തിരിച്ച് അമേരിക്കയിലേക്ക് പോയി. അമേരിക്കയിലേക്ക് തിരികെ മടങ്ങിയെത്തിയ ബ്രൂസ് ലീ അമേരിക്കയിലെ ഒരു പ്രശസ്തമായ സിനിമാ നിർമ്മാണ കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്തു വരികയായിരുന്നു. ബ്രൂസ് ലീയെ ആ സിനിമയുടെ ചിത്രീകരണം തുടങ്ങുന്നതിന് തൊട്ടു മുന്നേ ബ്രൂസ് ലീയെ ആ സിനിമയിൽ നിന്ന് ഒഴിവാക്കിയത് ബ്രൂസ് ലീയെ അത് ഏറെ പ്രയാസപ്പെടുത്തി. ബ്രൂസ് ലീ ഒരു ചൈനീസ് വംശജനായതിനാൽ അക്കാലത്ത് അമേരിക്കൻ സിനിമാ മേഖലകളിൽ നിറഞ്ഞു നിന്നിരുന്ന വംശീയ വേർതിരിവിൻ്റെ ഫലമായിരുന്നു അത്. അങ്ങനെ ബ്രൂസ് ലീ സ്വന്തമായൊരു സിനിമ നിർമ്മിക്കുവാൻ തന്നെ തീരുമാനിക്കുന്നു. അതിനായി ബ്രൂസ് ലീ തിരികെ ഹോങ്കോങ്ങിലേക്ക് പോവുകയും കോൺകോഡ് എന്ന സിനിമാ നിർമ്മാണ കമ്പനി രൂപീകരിച്ച് ഗോൾഡൻ ഹാർവസ്റ്റ് സ്റ്റുഡിയോയുമായി സഹകരിച്ച് ബ്രൂസ് ലീ തന്നെ തിരക്കഥ എഴുതി പ്രൊഡ്യൂസ് ചെയ്ത് സംവിധാനം ചെയ്ത് അഭിനയിച്ച ചിത്രമാണ് ദ വേ ഓഫ് ദ ഡ്രാഗൺ. ഈ സിനിമ തകർപ്പൻ ഹിറ്റായിരുന്നു. ബ്രൂസ് ലീക്ക് ഒരുപാട് ആരാധകരുണ്ടായിരുന്ന ഹോങ്കോങ്ങിൽ മാത്രം $5.5 മില്യൺ ഈ സിനിമ നേടിയത്. ഈ സിനിമയുടെ വമ്പൻ വിജയത്തിനു ശേഷം ബ്രൂസ് ലീ ഹോങ്കോങ്ങിൽ കുറച്ചുനാൾ വിശ്രമിക്കുവാൻ തന്നെ തീരുമാനിച്ചു. ഈ സമയത്ത് ബ്രൂസ് ലീയുടെ ആദ്യ 2 നായക ചിത്രങ്ങളായ ദ ബിഗ് ബോസും ഫിസ്റ്റ് ഓഫ് ഫ്യൂറിയും നിർമ്മിച്ച ഗോൾഡൻ ഹാർവസ്റ്റുമായി ചേർന്ന് ഗെയിം ഓഫ് ഡെത്ത് എന്ന സിനിമ ചിത്രീകരിക്കുവാൻ പദ്ധതിയിട്ടു. എന്നാൽ തിരക്കഥ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആയോധന കലകളിൽ പ്രഗത്ഭരായവരെ കണ്ടെത്തി ഒരു ആശയത്തോടെ കഥ ഡെവലപ്പ് ചെയ്ത് നല്ലൊരു സിനിമ നിർമ്മിക്കാം എന്നൊരു അവ്യക്തമായ ഒരാശയം മാത്രമേ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ.
കിട്ടുന്ന സമയങ്ങളിൽ തൻ്റെ മനസ്സിൽ തോന്നുന്ന പല ആശയങ്ങളെയും ബ്രൂസ് ലീ ഗെയിം ഓഫ് ഡെത്ത് എന്ന സിനിമയ്ക്ക് വേണ്ടി ചിത്രീകരിച്ചിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അമേരിക്കൻ ബാസ്കറ്റ്ബോൾ താരവും ബ്രൂസ് ലീയുടെ ശിഷ്യനും സുഹൃത്തുമായിരുന്ന കരീം അബ്ദുൾ ജബ്ബാർ ഹോങ്കോങ്ങിൽ വന്നിട്ടുണ്ടെന്ന് ബ്രൂസ് ലീ അറിയുന്നത്. ഉടനെ തന്നെ ബ്രൂസ് ലീ അദ്ദേഹത്തെ ഒരു സിനിമയിൽ അഭിനയിക്കുവാൻ അവസരമുണ്ടെന്ന് അറിയിച്ചു. കരീം അബ്ദുൾ ജബ്ബാർ വളരെ ആവേശത്തോടെ ആ ഓഫർ സ്വീകരിച്ചു. ഗെയിം ഓഫ് ഡെത്ത് എന്ന സിനിമയുടെ തിരക്കഥ പൂർത്തിയായിരുന്നില്ലെങ്കിൽ പോലും തന്നെക്കാൾ വളരെ ഉയരമുള്ള കരീമുമായിട്ടുള്ള ക്ലൈമാറ്റ് ഫൈറ്റ് സീനുകൾ ബ്രൂസ് ലീ ചിത്രീകരിക്കുവാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ഹോങ്കോങ്ങിലും സൗത്ത് കൊറിയയിലുമായി ഫൈറ്റ് സീനുകളടക്കം ചിത്രീകരിച്ചു. ഒരുപക്ഷെ ഗെയിം ഓഫ് ഡെത്ത് എന്ന സിനിമയ്ക്ക് വേണ്ടി ബ്രൂസ് ലീ ജീവനോടെ അവസാനമായി അഭിനയിച്ചത് കരീം അബ്ദുൾ ജബ്ബാറുമായിട്ടുള്ള ഫൈറ്റ് സീനുകളാണ്. ഗെയിം ഓഫ് ഡെത്തിനു വേണ്ടി സ്റ്റോറി സീക്വൻസുകളായും ഫൈറ്റ് സീനുകളായും എഡിറ്റ് ചെയ്യപ്പെടാത്ത 120 മിനിറ്റ് ദൈർഘ്യം വരുന്ന ഫൂട്ടേജുകൾ ബ്രൂസ് ലീ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗെയിം ഓഫ് ഡെത്ത് എന്ന സിനിമയ്ക്ക് വേണ്ടിയുള്ള തിരക്കഥയും ചിത്രീകരണവും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബ്രൂസ് ലീക്ക് നിരവധി വമ്പൻ ഓഫറുകൾ വന്നുകൊണ്ടേയിരുന്നു. ബ്രൂസ് ലീ തന്നെ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് നിർമ്മിച്ച് അഭിനയിച്ച ദ വേ ഓഫ് ദ ഡ്രാഗൻ്റെ വമ്പൻ വിജയത്തോടെ ബ്രൂസ് ലീയെ വംശീയതയുടെ പേരിൽ തരങ്ങിട്ടിരുന്ന അമേരിക്കയിലെ വമ്പൻ സിനിമാ കമ്പനികൾ ബ്രൂസ് ലീയെ വെച്ച് സിനിമ ചെയ്യാൻ മത്സരിച്ച് മുന്നിലെത്തി. അതിൽ ലോകപ്രശസ്തമായ അമേരിക്കൻ ഫിലിം സ്റ്റുഡിയോ ആയ വാർണർ ബ്രദേഴ്സ് ബ്രൂസ് ലീയുമായി ചേർന്ന് സംയുക്തമായൊരു പ്രോജക്റ്റ് നിർമ്മിക്കുവാൻ മുന്നോട്ട് വന്നു. ബ്ലഡ് ആൻഡ് സ്റ്റീൽ എന്നായിരുന്നു തിരക്കഥയ്ക്ക് ആദ്യം പേരിട്ടിരുന്നത്. പിന്നീട് എൻ്റർ ദ ഡ്രാഗൺ എന്ന് പുനഃനാമകരണം ചെയ്തു. ബ്രൂസ് ലീയുടെ ഫിലിം കമ്പനിയുമായി സഹകരിച്ച് സിനിമയ്ക്ക് ധനസഹായം നൽകി വാർണർ ബ്രദേഴ്സ് മുൻപന്തിയിൽ തന്നെ നിന്നു. ഗെയിം ഓഫ് ഡെത്ത് എന്ന സിനിമയുടെ ചിത്രീകരണം പകുതി വഴിയിൽ നിർത്തിവെച്ച് എൻ്റർ ദ ഡ്രാഗൺ എന്ന സിനിമ ഹോങ്കോങ്ങിൽ വച്ച് ചിത്രീകരണം ആരംഭിച്ചു. ഈ സിനിമയുടെ ചിത്രീകരണ വേളയിൽ ബ്രൂസ് ലീക്ക് നിരവധി പരിക്കുകളുണ്ടായി. ഒരു ഗ്ലാസ് ബോട്ടിൽ വളരെ ശക്തിയായി ഇടിച്ചു പൊട്ടിക്കുന്നതിൻ്റെ ഫലമായി കയ്യിൽ വളരെ ആഴത്തിൽ മുറിവുകൾ സംഭവിക്കുന്നു. മറ്റൊരു സീനിൽ മൂർഖൻ പാമ്പിനെ പിടിച്ചു നിന്നുള്ള സീൻ ചിത്രീകരിക്കുന്ന വേളയിൽ ആ പാമ്പിൻ്റെ കടിയേൽക്കേണ്ടി വന്നു. ഫൈറ്റ് സീനുകളിൽ ബ്രൂസ് ലീക്ക് തലയ്ക്കും നടുവിലുമൊക്കെ ക്ഷതമേറ്റു. മാത്രമല്ല ആ സിനിമയുടെ ഷൂട്ടിംഗ് സൈറ്റിൽ സഹപ്രവർത്തകരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും വാക്പോരുകളും അടിപിടിയും എല്ലാം ഉണ്ടായി. അണയാൻ പോകുന്ന തീ ആളിക്കത്തുമെന്ന് പറയുന്നത് പോലെ ബ്രൂസ് ലീ എല്ലാത്തിലും വളരെ എനർജറ്റിക് ആയിരുന്നു. അതിനോടൊപ്പം തന്നെ നിരവധി പ്രശ്നങ്ങളും എൻ്റർ ദ ഡ്രാഗൺ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടയിലുണ്ടായി. $5 ലക്ഷം സിനിമ ബജറ്റ് ഇട്ടിരുന്നതെങ്കിലും ആ സിനിമയുടെ നിർമ്മാണ ചെലവ് കൂടി. എന്നാൽ വാർണർ ബ്രദേഴ്സിലെ എക്സിക്യൂട്ടീവുകൾ ആ സിനിമയുടെ ചിത്രീകരണവും സിനിമയുടെ നിലവാരവും മനസ്സിലാക്കി കൂടുതൽ പണമിറക്കാൻ വാർണർ ബ്രദേഴ്സ് തയ്യാറായി. അവർക്ക് തികഞ്ഞ ബോധ്യമുണ്ടായിരുന്നു ഈ സിനിമ തങ്ങൾക്ക് വലിയ വരുമാനം കൊണ്ടുവരുമെന്ന്. അങ്ങനെ $8 ലക്ഷം എൻ്റർ ദ ഡ്രാഗൺ എന്ന സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കി. 1973 മെയ് 10 ഹോങ്കോങ്ങിലെ ഗോൾഡൻ ഹാർവസ്റ്റ് സ്റ്റുഡിയോയിൽ എൻ്റർ ദ ഡ്രാഗൺ എന്ന സിനിമയുടെ സംഭാഷണം ഡബ് ചെയ്യുന്നതിനിടയിൽ ബ്രൂസ് ലീ കുഴഞ്ഞു വീണു. ഉടൻ തന്നെ ബ്രൂസ് ലീയെ അടുത്തുള്ള ബാപ്റ്റിസ്റ്റ് ഹോസ്പിറ്റലിൽ എത്തിച്ചു. ബ്രൂസ് ലീയെ ഉടൻ തന്നെ നിരവധി ചെക്കപ്പുകൾക്ക് വിധേയമാക്കി. ബ്രൂസ് ലീയെ പരിശോധിച്ച ഡോക്ടർ പറഞ്ഞത് ബ്രൂസ് ലീക്ക് സെറിബ്രൽ എഡിമ എന്ന രോഗമുണ്ട്. അതായത് തലച്ചോറിലെ വീക്കം അല്ലെങ്കിൽ തലച്ചോറിലേക്കുള്ള രക്തസമ്മർദ്ദം വർദ്ധിക്കുകയോ തലച്ചോറിൽ ദ്രാവകം അടിഞ്ഞുകൂടുകയോ ചെയ്യുന്ന രോഗം. തലച്ചോർ കുടുങ്ങുന്ന തരത്തിലുള്ള ശക്തമായിട്ടുള്ള ആഘാതമോ അതുവഴിയുണ്ടാകുന്ന അണുബാധയൊക്കെയാണ് സെറിബ്രൽ എഡിമയ്ക്ക് കാരണം. തക്ക സമയത്ത് ബ്രൂസ് ലീയെ ഹോസ്പിറ്റലിൽ എത്തിച്ചതുകൊണ്ട് മാത്രമാണ് ബ്രൂസ് ലീയെ രക്ഷിക്കാനായത് എന്നാണ് ആ ഡോക്ടർ അപ്പോൾ പറഞ്ഞത്. ഏതാനും ദിവസങ്ങളുടെ വിശ്രമത്തിന് ശേഷം ബ്രൂസ് ലീ എൻ്റർ ദ ഡ്രാഗൺ എന്ന സിനിമയുടെ അവസാന ഡബ്ബിംഗ് വർക്കുകളിലൊക്കെ സജീവമായി. എൻ്റർ ദ ഡ്രാഗൺ എന്ന സിനിമയുടെ ജോലി പൂർത്തിയാക്കിയ ബ്രൂസ് ലീ തൻ്റെ പകുതിയിൽ നിർത്തിവെച്ച ഗെയിം ഓഫ് ഡെത്ത് എന്ന സിനിമയുടെ വർക്കുകൾ വീണ്ടും പുനരാരംഭിക്കുവാൻ ആവേശഭരിതനായി. എൻ്റർ ദ ഡ്രാഗൺ എന്ന സിനിമയുടെ റിലീസിംഗ് ഡേറ്റ് അന്ന് തീരുമാനിച്ചിരുന്നില്ല. ബ്രൂസ് ലീ ഗെയിം ഓഫ് ഡെത്തിൻ്റെ തുടർന്നുള്ള ചിത്രീകരണത്തിനായുള്ള ചർച്ചകൾക്കായി ഗോൾഡൻ ഹാർവസ്റ്റ് സ്റ്റുഡിയോ ഉടമയായ റെയ്മൺ ചൗവുമായി 1973 ജൂലൈ 20 സ്റ്റുഡിയോയിൽ വച്ച് പതിവുള്ള സൗഹൃദ സംഭാഷണങ്ങൾ നടത്തുന്നു. അവരുടെ ഗെയിം ഓഫ് ഡെത്ത് എന്ന സിനിമയിലേക്ക് ഓസ്ട്രേലിയൻ ജെയിംസ് ബോണ്ട് എന്നറിയപ്പെടുന്ന ജോർജ് സെലൻസ്ബിയെ കാസ്റ്റ് ചെയ്യുന്നതിനായി അന്നേ ദിവസം രാത്രി ജോർജ് സെലൻസ്ബിയുമായി ഒരു ഡിന്നർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഡിന്നറിലേക്ക് ക്ഷണിക്കുന്നതിനും സിനിമാ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനുമായി ഗെയിം ഓഫ് ഡെത്ത് എന്ന സിനിമയ്ക്ക് വേണ്ടി നായിക വേഷം ചെയ്യുന്നതിനായി കാസ്റ്റ് ചെയ്യപ്പെട്ട ഹോങ്കോങ്ങിൽ സ്ഥിരതാമസമാക്കിയ തായ്വാൻ നടിയായ ബെറ്റി ടിങ്പെയുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് വൈകുന്നേരം 5 മണിയോടെ
ബ്രൂസ്ലിയും റെയ്മൺ ചൗവും എത്തിച്ചേരുന്നു. തുടർന്ന് ബെറ്റിയും ബ്രൂസ്ലിയും റെയ്മൺ ചൗവും സിനിമാ ചിത്രീകരണത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കവേ ബ്രൂസ്ലിക്ക് അതികഠിനമായ തലവേദനയുണ്ടാകുന്നു. 2 മാസങ്ങൾക്ക് മുമ്പ് ഉണ്ടായതുപോലുള്ള അതേ തലക്കറക്കവും തലവേദനയും. ഉടനെ തന്നെ ബോധക്ഷയം സംഭവിക്കും എന്ന നിലയിലേക്ക് ബ്രൂസ്ലി എത്തി. ബെറ്റി തൻ്റെ കൈവശമുണ്ടായിരുന്ന ഇക്വാജസിക് എന്ന വേദന സംഹാരി ഗുളിക ബ്രൂസ്ലിക്ക് കൊടുക്കുന്നു. ബ്രൂസ്ലി ഉടൻ തന്നെ അത് അകത്താക്കുന്നു. ക്ഷീണവും വെപ്രാളവും ഉണ്ടായ ബ്രൂസ്ലിയോട് ബെറ്റിയുടെ ബെഡ്റൂമിൽ കിടന്ന് വിശ്രമിക്കുവാൻ പറഞ്ഞ് ബ്രൂസ്ലിയെ ബെറ്റിയുടെ ബെഡിൽ കിടത്തുന്നു. ഈ സമയം കൂടെ ഉണ്ടായിരുന്ന റെയ്മൺ ചൗ ബ്രൂസ്ലിയുടെ ക്ഷീണം മാറിയാലുടൻ തന്നെ ഇരുവരും നിശ്ചയിച്ച ജാപ്പനീസ് റെസ്റ്റോറൻറ്റിലേക്ക് എത്തണമെന്ന് ബെറ്റിയോട് പറഞ്ഞ ശേഷം റെയ്മൺ ചൗ ആ അപ്പാർട്ട്മെൻറ്റ് വിട്ടുപോകുന്നു. ഓസ്ട്രേലിയൻ ആക്ടറായ ജോർജ് സെലൻസ്ബിയുമായി ഏറെ നേരം റെസ്റ്റോറൻറ്റിൽ കാത്തിരുന്നിട്ടും ബെറ്റിയെയും ബ്രൂസ്ലിയെയും കാണാതായപ്പോൾ റെയ്മൺ ചൗ ബെറ്റിയുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് വിളിക്കുന്നു. ബ്രൂസ്ലി നല്ല മയക്കത്തിലാണെന്നും ഇതുവരെയും ബ്രൂസ്ലി ഉണർന്നില്ല എന്നും മറുപടി പറഞ്ഞ ബെറ്റി ബ്രൂസ്ലിയെ വിളിച്ചുണർത്താൻ ശ്രമിക്കുന്നു. യാതൊരു തരത്തിലുമുള്ള അനക്കമോ പ്രതികരണമോ ഇല്ലാണ്ട് കിടക്കുന്ന ബ്രൂസ്ലിയെ കണ്ട് ഭയന്നുപോയ ബെറ്റി റെയ്മൺ ചൗവിനെ വിളിച്ച് കാര്യം പറയുന്നു. ഉടനെ തന്നെ റെയ്മൺ ചൗ തൻ്റെ പേഴ്സണൽ ഡോക്ടറെ കൂട്ടിക്കൊണ്ട് ബെറ്റിയുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തുന്നു. അപ്പോഴേക്കും സമയം രാത്രി 9:30 കഴിഞ്ഞിരുന്നു. ഡോക്ടർ പരിശോധിച്ചപ്പോൾ ബ്രൂസ്ലിക്ക് ശ്വാസമോ പൾസോ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഉടനെ തന്നെ ക്രിട്ടിക്കൽ എമർജൻസി ആംബുലൻസിനെ വിളിച്ചു വരുത്തി ക്വീൻ എലിസബത്ത് ഹോസ്പിറ്റലിലേക്ക് ബ്രൂസ്ലിയെ കൊണ്ടുപോയി. എന്നാൽ രാത്രി 11:30 ആയപ്പോഴേക്കും ആശുപത്രി അധികൃതർ ബ്രൂസ്ലിയുടെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. ബ്രൂസ്ലിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണകാരണമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് സെറിബ്രൽ എഡിമ കാരണം തലച്ചോറിലെ ഞരമ്പ് പൊട്ടി തലച്ചോറിലെ രക്തസ്രാവമാണ് എന്നാണ്. അങ്ങനെ 1973 ജൂലൈ 20-ന് 32 വയസ്സുള്ള ഇതിഹാസ താരമായ ബ്രൂസ്ലി തൻ്റെ സ്വപ്ന സിനിമയായ ഗെയിം ഓഫ് ഡെത്ത് പൂർത്തിയാകാനാകാതെ ഈ ലോകത്തു നിന്നും എന്നേക്കുമായി വിട പറഞ്ഞു. ബ്രൂസ്ലിയുടെ മരണം പല സംശയങ്ങൾക്കും വിവാദങ്ങൾക്കും വഴിതെളിച്ചു. കാരണം ബ്രൂസ്ലി 2 മാസങ്ങൾക്ക് മുന്നേ ഇതേ അവസ്ഥയിൽ ബോധരഹിതനായി വീണപ്പോൾ അന്ന് അദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്ത ഹോങ്കോങ് ബാസ്പിറ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർ പറഞ്ഞത് ബ്രൂസ്ലിയെ തക്ക സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചതുകൊണ്ട് മാത്രമാണ് ജീവൻ രക്ഷിക്കാനായത് എന്നായിരുന്നു. 2 മാസങ്ങൾക്ക് ശേഷം ബ്രൂസ്ലി അതേ അവസ്ഥയിൽ ബോധരഹിതനായപ്പോൾ തൊട്ടടുത്തുള്ള ബാസ്പിറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ തയ്യാറാകാത്തതും സമയം നേരെ വൈകിച്ച് വളരെ അകലെയുള്ള ക്വീൻ എലിസബത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതുമൊക്കെ ബ്രൂസ്ലിയുടെ ആരാധകർ വളരെ സംശയത്തോടെയും നിഗൂഢതകളോടെയുമാണ് നോക്കിക്കാണുന്നത്. പല വിദഗ്ധ ഡോക്ടേഴ്സിൻ്റെയും അഭിപ്രായത്തിൽ ബ്രൂസ്ലിക്ക് സെറിബ്രൽ എഡിമ വരാൻ കാരണം ബ്രൂസ്ലി നട്ടലിന് പരിക്ക് പറ്റി കിടക്കുന്ന സമയത്ത് തുടങ്ങിയ ദുർശീലമായ മയക്കുമരുന്നിൻ്റെ ദുരുപയോഗത്താലാണെന്നാണ്. പിന്നെ പരിക്കുകളോ മറ്റും വരുമ്പോൾ വേദന അറിയാതിരിക്കുന്നതിനും അമിതമായി വർക്കൗട്ട് ചെയ്യുന്നതിനുമായി ബ്രൂസ്ലി വേദന സംഹാരികൾക്ക് പുറമെ മയക്കുമരുന്നുകളും ധാരാളമായി ഉപയോഗിക്കുമായിരുന്നു. മയക്കുമരുന്നുകളുടെ ദുരുപയോഗം തലച്ചോറിനെയും തലച്ചോറിലേക്കുള്ള രക്തധമനികളെയൊക്കെയാണ് ബാധിക്കുന്നത്. അങ്ങനെയാണ് ബ്രൂസ്ലിയുടെ തലച്ചോറിൽ നീർക്കെട്ടുണ്ടാകുന്നതും അതിൻ്റെ ഫലമായി തലച്ചോറിലെ നാഡീ നരമ്പുകൾക്ക് വീക്കമുണ്ടാകുകയും അങ്ങനെ അത് പൊട്ടി തലച്ചോറിൽ രക്തസ്രാവമുണ്ടായി ബ്രൂസ്ലി മരിക്കുകയും ചെയ്യുന്നു. ബ്രൂസ്ലി മരിച്ച് 1 മാസം കഴിഞ്ഞ് എൻ്റർ ദ ഡ്രാഗൺ റിലീസ് ചെയ്യുന്നത്. എൻ്റർ ദ ഡ്രാഗൺ ലോകമെമ്പാടുമായി $400 മില്യൺ അന്ന് കളക്ഷൻ നേടിയത്. അതുപോലെ ബ്രൂസ്ലി അഭിനയിച്ച് പൂർത്തിയാക്കാത്ത ഗെയിം ഓഫ് ഡെത്ത് ബ്രൂസ്ലി ജീവിച്ചിരുന്നപ്പോൾ ചിത്രീകരിച്ച പല ഡോക്യുമെൻ്ററികളുടെയും മറ്റ് ബ്രൂസ്ലി സിനിമകളുടെ വീഡിയോ ക്ലിപ്പുകളൊക്കെ ഉപയോഗിച്ചാണ് ബ്രൂസ്ലി മരിച്ച് 5 വർഷത്തിനു ശേഷം ഗോൾഡൻ ഹാർവസ്റ്റ് സ്റ്റുഡിയോ ഗെയിം ഓഫ് ഡെത്ത് എന്ന സിനിമ പൂർത്തിയാക്കിയതും റിലീസ് ചെയ്തതും. അത് $50 മില്യൺ കളക്ഷൻ നേടിയത്. ബ്രൂസ്ലിയുടെ മികവ് ലോകം അംഗീകരിക്കപ്പെട്ടതായിരുന്നു. എന്നാൽ അത്യാഗ്രഹികളായ സിനിമാ നിർമ്മാണ കമ്പനികൾ പലരെയും ബ്രൂസ്ലിയെപ്പോലെ ആക്ട് ചെയ്യിപ്പിച്ച് പല സിനിമകളും നിർമ്മിപ്പിച്ചു. എന്നാൽ അതൊന്നും പിന്നീട് വെട്ടവും വെളിച്ചവും കണ്ടിട്ടില്ല. ബ്രൂസ്ലിക്ക് പകരക്കാരനാകാൻ മറ്റാർക്കും കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. ബ്രൂസ്ലി ആയോധന കലകളുടെ പകരം വയ്ക്കാത്ത രാജാവായി ജനഹൃദയങ്ങളിൽ ഇന്നും ജീവിക്കുന്നു. എന്താണ് നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായം എന്തുമായിക്കോട്ടെ, അത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കരുത്. വളരെ പുതുമയാർന്നതും വ്യത്യസ്തമാർന്നതുമായ ഒട്ടനവധി കാര്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ അനീഷ് റോബിൻസൺ സൈനിങ് ഔട്ട്.